യേശു പ്രവചിച്ച പ്രവചനം ദൈവാലയത്തിൻ്റെ തകർച്ച, തദനന്തരം ഇസ്രയേൽ പാലസ്തീനിയ വിട്ട് പാലായനം ചെയ്യേണ്ട അവസ്ഥാവിശേഷം, ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും ശേഷമുള്ള റീഗാദറിങ്, ഇന്നുള്ള ആ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഈ ഇന്നലെ വായിച്ചു നിർത്തിയ ഭാഗം യെശയ്യാ പ്രവചനം 66:6 ഈ വകയുള്ളത് ആർ കേട്ടിട്ടുള്ളൂ. ഒരു രാത്രി കൊണ്ട് ഒരു ജാതി ഒന്നായിട്ട് പിറക്കുമോ? അങ്ങനെ ഇസ്രയേൽ ഒരു രാജ്യമായി വീണ്ടും ചരിത്രത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മുടെ വിശകലനത്തിന് ആധാരമായിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് എന്തിനാണ് ഈ വഴി വന്ന് വെളിപ്പാടിലേക്ക് കടക്കുന്നത് എന്നൊരാശങ്ക കാണാം. അനവധി ചെറുതോടുകൾ വന്ന് ഒഴുകി ഒരു നദീരൂപം പ്രാപിക്കും പോലെയാണ് പ്രവചന ചിന്തകൾ. പല കൈവഴിയായി ഒഴുകി വരണം. അതുകൊണ്ട് വിഷയം വിടണ്ട. നമുക്ക് എങ്ങനെയാണതിൻ്റെ ബന്ധം എന്നൊന്ന് സൂചിപ്പിക്കാൻ ഒരല്പം കൂടി ഇസ്രയേലിൻ്റെ വിഷയങ്ങളെ തുടരേണ്ടതുണ്ട്. അപ്പോൾ ഇന്നവർ തിരികെ വന്നു. 48 സ്വതന്ത്ര രാഷ്ട്രമായി അവർ മാറി. 11 രാഷ്ട്രങ്ങൾക്ക് നടുവിൽ, ശത്രു രാജ്യങ്ങളുടെ നടുവിൽ വലയം ചെയ്ത് കിടക്കുന്ന ഒരു ചെറിയ രാജ്യം. നമ്മുടെ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളെ മൊത്തം എടുത്താൽ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യം. അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് ലോകം മുഴുവൻ കാട്ടുന്ന ഒരു ജാഗ്രത എങ്ങനെയാണത് ചരിത്രത്തിൽ എന്ന വണ്ണം, പ്രവചനത്തിൽ എന്ന വണ്ണം മനുഷ്യൻ്റെ ആനുകാലിക രാഷ്ട്രീയത്തിൽ ശ്രദ്ധ ആയിട്ടുള്ളത്? അപ്പോൾ ഇത്തരം വിഷയങ്ങൾ മറ്റൊരളവിലാണ് പറയേണ്ടത്. എന്നാൽ ഇന്ന് നടമാടുന്ന ഈ മരണങ്ങളും കിരാതമായ അവസ്ഥാവിശേഷങ്ങൾക്കുമൊക്കെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഒന്നല്ല, 2-3 കാരണമുണ്ട്. അവരെന്തുകൊണ്ട് പാലസ്തീൻ ഇസ്രയേൽ പോരാട്ടം ഇങ്ങനെ ശക്തമാകുന്നു? കാരണങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ കാരണം അവരുടെ അതിര് സംബന്ധിച്ചാണ്. രണ്ടാമത്തെ കാരണം അവരുടെ ഗലീലിയ തടാകത്തിലെ വെള്ളത്തിൻ്റെ ഉപയോഗം സംബന്ധിച്ചാണ്. മൂന്നാമത്തെ കാരണം ചാവുകടലിലെ വെള്ളത്തിൻ്റെ ഉപഭോഗം സംബന്ധിച്ചാണ്. എന്നാൽ ഏറ്റവും പ്രധാനം ഇതല്ല. ഏറ്റവും പ്രധാനം അവരുടെ മതപരമായ ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ ഒരു ശുദ്ധജല തടാകമാണ് ഗലീലിയ കടൽ. അത്രയും ശുദ്ധജലമുള്ള ഇടം മിഡിൽ ഈസ്റ്റിൽ ഇല്ല. ആ ശുദ്ധജലത്തിൻ്റെ ഉപയോഗം, ഇവിടെ വെള്ളത്തിൻ്റെ വില നിങ്ങൾക്കറിയാമല്ലോ. ആ ശുദ്ധജലത്തിൻ്റെ ഉപയോഗം അതാർക്കാകണം? കാരണം അവിടെ പാലസ്തീനുണ്ട്, ഇസ്രയേലുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥത ആർക്കാണ്? ഇത് സംബന്ധിച്ചുള്ള പ്രശ്നം. അടുത്ത പ്രശ്നം, ചാവുകടലുണ്ട്. ഇതുപോലൊരു കടലും ലോകത്ത് വിറങ്ങുമില്ല. അതുകൊണ്ട് യോർദാനും ഇസ്രയേലും ഒരുമിച്ച് ഈ ചാവുകടലിൻ്റെ ഉടമസ്ഥത പങ്കിടുന്നുണ്ട്. അല്പഭാഗമുണ്ട് യോർദാൻ്റെ പക്കൽ, മഹാഭൂരിപക്ഷം ഇസ്രയേലിൻ്റെ പക്കലാണ്. അതിലെ ധാതുസമൃദ്ധമായ ജലം അത് പല വിധത്തിൽ അവരുപയോഗിക്കുന്നു. നാളെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന വേളയിൽ വ്യത്യസ്ത തരത്തിലുള്ള ആയുധങ്ങളും അതിനു വേണ്ട സബ്സ്റ്റൻസ് ഏതെങ്കിലും വിധത്തിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയും വിധം അതിലെ വെള്ളത്തിൻ്റെ ആ പ്രാധാന്യതയാണ് ഇസ്രയേൽ അതിൽ ആധിപത്യം ചെലുത്തുവാനുള്ള കാരണം. മാത്രമല്ല, വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ മിനറൽസിനെ വൻതോതിൽ അവർ പ്രയോജനപ്പെടുത്തുന്നു. ചാവുകടൽ വറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു ജലസ്രോതസ്സില്ല. അതിലേക്ക് വരുന്ന വെള്ളം യോർദാനിലെ വെള്ളമാണ്. ഗലീലിയ കടൽ തിര തള്ളിവിടുന്ന ഒരു ചെറിയ ചാലാണ് യോർദാൻ. ആ അർത്ഥത്തിൽ യോർദാൻ പിന്നെയും ഉണ്ട്, മുകളിൽ നിന്ന് ഒഴുകുന്നുണ്ട്. അപ്പോൾ വേറെ വെള്ളമില്ല. എന്താ ചാവുകടലിൻ്റെ പ്രത്യേകത? ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയും വരെ എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ചാവുകടലിന് 2 അതിർത്തികളാണ്. ചാവുകടലിൻ്റെ ഈ 2 ഓരങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഇവിടെ
ഈ ചാവുകടലിലെ വെള്ളം സംബന്ധിച്ചുള്ള പഠനങ്ങളിലൊന്ന് അതൊരൽപ്പം കാര്യമായിട്ട് പറയാനുണ്ട്, ശ്രദ്ധിക്കണം. ചാവുകടലൊരു പ്രധാന വിഷയമല്ല, എങ്കിലും ഓർത്തതുകൊണ്ട് പറയേണ്ടതുണ്ട്. ഹെർമോന്യ മലയുടെ മുകളിൽ നിന്ന് യോർദാൻ ഉത്ഭവിക്കുകയാണ്. ആ യോർദാൻ ഉത്ഭവിച്ച് ഒരു 3-4 മലകൾക്കിടയിൽ വന്നെടുത്തു ചാടി വെള്ളം നിറയും. ആ നിറഞ്ഞ വെള്ളക്കെട്ടിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഗലീലിയ കടൽ. മനസ്സിലായോ? അപ്പോൾ ഗലീലിയ കടൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാ? ഈ യോർദാനിലെ വെള്ളം വന്ന് മലയിടുക്കിൽ നിറഞ്ഞാണ്. അപ്പോൾ അത് കിടക്കുന്ന കണ്ടാൽ ഒരു പാനപാത്രത്തിൻ്റെ ആകൃതി വരും. അതിൻ്റെ ഷേപ്പ് ഒരു പാനപാത്രത്തിൻ്റെ ആണ്. ഈ കടലിൻ്റെ പേരെന്താ? ഗലീലിയ. ഇതുതന്നെയാണ് ഗന്നസരത്ത് കടൽ. ഇതുതന്നെയാണ് കിന്നരോത്ത് തടാകം. ഇതുതന്നെയാണ് ബേസൈദ കടൽ. അപ്പോൾ ബേസൈദ, ഗന്നസരത്ത്, ഗലീലിയ എന്നൊക്കെ, തിബരിയോസ് എന്നൊക്കെ കേട്ടാൽ ഓർക്കണം, സംഗതി ഒന്ന് തന്നെ. ദാവീദ് ഉപയോഗിച്ച ഒരു സംഗീത ഉപകരണത്തോടുള്ള അതിൻ്റെ സാമ്യ നിമിത്തം കിന്നരം, അതിൽ നിന്നാണ് കിന്നരോത്ത് എന്ന് പേരുണ്ടാകുന്നത്. അപ്പോൾ ഇത് സ്വരുക്കൂടി കിടക്ക വെള്ളം. ആ വെള്ളം വീണ്ടും ലോപിച്ച് വീണ്ടും ഒഴുകാണ്. ഗദര ജാതികളുടെ ഗലീലിയ എന്നൊക്കെ പറയുന്ന ഭാഗത്തു നിന്ന് വീണ്ടും ഈ വെള്ളം ഒഴുകുകയാണ്. അതിനെയും യോർദാൻ എന്ന് തന്നെ. അത് യോർദാനാണല്ലോ, കാരണം ഗലീലിയ കടലായി യോർദാൻ തന്നെ മാറുന്നു, വീണ്ടും ലോപിച്ച് ഒഴുകി പോയി ചാവുകടലിൽ ചേരുന്നു. ഈ ചാവുകടൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 10,000 അടിയെങ്കിലും താഴെയാണ്. കടലിനേക്കാൾ ഒത്തിരി താഴെ. ഒരളവിൽ പറഞ്ഞാൽ ഇത്രയും താഴെ ഒരു ജലത്തട്ടില്ല. ഭൂഗർഭജലമൊക്കെ ഉണ്ടെങ്കിലുള്ളൂ. ഭൂമിയിൽ ഏറ്റവും താണയിടം. ആ ചാവുകടൽ നമുക്കിൻ്റെ പ്രത്യേകത കൂടി കേൾക്കുക. മത്സ്യസമ്പത്ത് ധാരാളമുള്ള ഗലീലിയക്കടൽ, ഈ ചെറിയ തടാകം. ഇവിടുന്ന് വീണ്ടും യോർദാൻ ഒഴുകിപ്പോവാണ്. അത് മനസ്സിലായല്ലോ? യോർദാൻ വരുന്നു, ഗലീലിയക്കടലായി വളരുന്നു, വീണ്ടും ലോപിച്ചൊഴുകുന്നു. താഴെയും മീതെ ഉള്ളതിനെ യോർദാൻ എന്നും ഇടയ്ക്കുള്ളതിനെ ഗലീലിയക്കടലെന്നും വിളിക്കുമ്പോൾ സ്രോതസ് ഒന്ന് തന്നെ. വാട്ടർ അതിൻ്റെ ക്യാഷ്മെൻ്റ് ഏരിയ ഇങ്ങനെ കിടക്കുന്നു, വൃഷ്ടിപ്രദേശം കിടക്കുന്നു. അങ്ങനെ പിന്നെയും വെള്ളം ലോപിച്ചൊഴുകുന്നു. അതാണ് ചാവുകടൽ. ഈ ചാവുകടലിൽ മത്സ്യമാകട്ടെ, ഒഴുകി വരുന്ന എന്തുമാകട്ടെ, കടൽ അതിനെ സ്വീകരിക്കുന്നില്ല. അതും തടാകമാണ്. ആ മത്സ്യം ഈ വെള്ളത്തിലേക്ക് സ്പർശിച്ചാലുടൻ ചത്തുപോകും. അത് കരക്കടിക്കും. കരക്കടിക്കുന്ന ആ മത്സ്യത്തെ ഭക്ഷിക്കാൻ പക്ഷികൾക്ക് പോലും കഴിയില്ല. അവയ്ക്ക് ആവശ്യമില്ല. അത് ജീർണിക്കുന്ന പോലും വളരെ കാലമെടുത്താണ്. ഉറുമ്പുകളരിച്ചോ പ്രാണികൾ തിന്നോ അത് മാറാതെ കാലാന്തരത്തിൽ ജീർണിക്കുകയാണ്. പക്ഷികൾ പറക്കുന്നില്ല അതുവഴി. ആകെക്കൂടി എല്ലാം കൊണ്ടും നിർജീവമായ ഒരവസ്ഥ. ഇപ്പോൾ യോർദാനെ ഒന്ന് പഠിച്ചിട്ട് അതിൻ്റെ വരവ് ഇവിടുന്ന് ഹെർമോന്യമല്ല, അനുഗ്രഹിക്കപ്പെട്ടൊരു മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് ധാരാളം മത്സ്യ സമൃദ്ധി കൊണ്ടു കൊടുത്ത് ഒടുവിൽ ചെന്ന് യോർദാൻ സ്വയം ആത്മഹത്യ ചെയ്യുകയാണ്. എവിടെ? ചാവുകടൽ. ആ അർത്ഥത്തിലാണ് അതിന് പേര് വന്നത്. മരണത്തിലേക്ക് നയിക്കുന്നത് എന്നർത്ഥത്തിൽ യോർദാൻ. മരിച്ചത് തീരുന്നു സ്വയം. എല്ലാ കടലുകളും അങ്ങനല്ല, ജലാധാരകളും അങ്ങനല്ല. അവ ഒഴുകി കടലിൽ ചേർന്ന് പുനർജീവിതം പ്രാപിച്ച് തിരിച്ചു വീണ്ടും മഴയായി പെയ്തിറങ്ങുമ്പോൾ സ്വയം തീരുന്നു, മരിച്ചു തീരുന്നു യോർദാൻ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ 2 കരകളാണ്, ഏൻ ഗതിയും ഏൻ എഗ്ലൈമും. ഇവിടെ നിന്നാണ് നമ്മുടെ പ്രവാചകൻ പറയുന്നത്, അതിൻ്റെ തീരത്ത് മീൻ പിടിക്കാർ വല വീശും, ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽക്കും. അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പാട്ട് നമ്മൾ പാടും. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കുമെന്നൊക്കെ. പാട്ടുകൾക്കൊന്നും പലപ്പോഴും ഒരർത്ഥമില്ല. നമ്മുടെ കാര്യമല്ല പറഞ്ഞു, ഇവിടെ നിന്ന് ചലിക്കുന്ന നമ്മുടെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴൊന്നും നടക്കുന്ന കാര്യമല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ പ്രാണി പോയിട്ട്, അവിടെ മീൻപിടുത്തം പോയിട്ട്, മലയാള ഭാഷയിൽ പറഞ്ഞ ഒരു വാൽമാക്രിക്ക് പോലും സാധ്യതയില്ല ജീവിക്കാൻ. ആ സ്ഥലത്താണ് പ്രവാചകൻ നോക്കിയിട്ട് പറഞ്ഞത്, ഇതിൻ്റെ തീരത്ത് മീൻ പിടിക്കാർ വല വീശുമെന്ന്. എസക്കേൽ പറയുന്ന അതറിയണമെങ്കിൽ നമുക്ക് നാളെ
ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാം വിഷയം, അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ. അതൊരു പ്രവചനമാണ്, നിറവേറാനുള്ള പ്രവചനം. നമ്മൾ ലൂസിഫറിൻ്റെ വിഷയം ചർച്ച ചെയ്തതുപോലെ നടന്നതല്ല, നടക്കാനുള്ളതാണ്. ഓക്കെ, അവൻ 1000 മുഴം വളർന്നു, വെള്ളം പൊങ്ങി, ആ സംഭവം അത് നടന്നതല്ല, നടക്കേണ്ടതാണ്. ഓക്കെ, ദെൻ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഈ ഇതിലെ വെള്ളമാണ് ചാവുകടലിലെയും യോർദാനിലെയും അല്ലെങ്കിൽ ഗലീലയിലെയും വെള്ളമാണ് ഒരു തർക്ക വിഷയം. അടുത്തത് അതിരാണ്. അതിര് എന്ന് പറയുമ്പോൾ അത് വലിയൊരു സങ്കീർണ പ്രശ്നമാണ്. കാരണം ഇസ്രയേലിൻ്റെ ബിബ്ലിക്കൽ ആയിട്ടുള്ള ആ അതിര് എവിടായിരുന്നു? മിസ്രയീമ്യരുടെ നദിയായ നൈൽ മുതൽ മഹാനദി വരെയുള്ള സ്ഥലം ഞാൻ നിനക്ക് നിൻ്റെ സന്തതിക്കും അവകാശമായി തന്നിരിക്കുന്നു. ആർത്തിൽ അവരുടെ വീക്ഷണമനുസരിച്ച് ഈജിപ്തിൻ്റെ പാതി തുടങ്ങി, നൈൽ കഴിഞ്ഞുള്ള ഇടം തുടങ്ങി ഇങ്ങ് ഇറാഖിൻ്റെ പാതി വരെയുള്ള വിസ്തൃത ഭൂപ്രദേശമാണ് ആക്ച്വലി അവർക്കുണ്ടാകേണ്ടത്. പക്ഷെ അത് ഒരു കാലഘട്ടത്തിലും കിട്ടി നമ്മൾ കണ്ടില്ല. ഇത്രയും വേണം അവർക്ക്, എങ്കിലേ അവരുടെ വീക്ഷണമനുസരിച്ച് നോക്കൂ. അതുകൊണ്ടാണ് മതിൽ കിട്ടുന്നതിനുമൊക്കെ അവർ തടസ്സം നിന്നതും പ്രശ്നമുണ്ടാക്കുന്നതുമൊക്കെ ഇതുകൊണ്ടാണ്. ഇതൊക്കെ പറയുമ്പോഴും പാലസ്തീനികൾ അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വളരെ കഷ്ടമാണ്, അങ്ങേയറ്റം കഷ്ടമാണ്. ഒരു ദുർബല രാഷ്ട്രം, അങ്ങേയറ്റം മനുഷ്യാവകാശ നിഷേധങ്ങൾ, കഷ്ടതകൾ, ദുഃഖം തോന്നുന്ന ഒട്ടേറെ അനുഭവങ്ങൾ. ഒരു കാര്യം കൂടി, ഈ പാലസ്തീനെല്ലാം മുസ്ലിംസ് അല്ല, ക്രിസ്ത്യൻസ് ഉണ്ട് ആ പീഡിപ്പിക്കപ്പെടുന്നവരുടെ കൂടെ. പാലസ്തീനിയൻ അറാബ് ക്രിസ്ത്യൻസ് ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. ഒരു ദേശീയതയാണത്, അങ്ങനെയാണ് കാണേണ്ടത്. മതപരമായൊരു വീക്ഷണഗതിയുടെ പരിമിതി കൂടി കാണരുത്, വലിയ പീഡ. അപ്പോൾ ആ പീഡയെ ജസ്റ്റിഫൈ ചെയ്യാനോ ഒന്നും കഴിയുന്നില്ലെങ്കിലും അതൊരു റിയാലിറ്റിയാണ്. മറിച്ച് ഈ സംഭവത്തെ ഒന്ന് പഠിക്കാം. ഈ പീഡ, അതിൻ്റെ ആധിക്യത്തിൽ ഇന്ന് തമ്മിലടിക്കുന്ന ജൂതനും ഈ പാലസ്തീനികളും നാളെ ഒന്ന് സമരസപ്പെടാൻ, യോജിക്കാനും വഴി കാണുന്നു. ആ യോജിപ്പിൻ്റെ പാതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നങ്ങോട്ട് പഠിച്ചു പോകുന്നത്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി പ്രധാന വിഷയം ഞാൻ പറഞ്ഞില്ല, അത് ഒരു മതപരമായ പ്രശ്നമാണ്. എന്താ മതപരമായ പ്രശ്നം? പ്രധാനപ്പെട്ട പല മതങ്ങൾക്ക് ജന്മം കൊടുത്ത ഇടമാണ് പാലസ്തീനിയൻ അല്ലെങ്കിൽ ജെറുസലേം കേന്ദ്രീകരിച്ചുള്ള മതചിന്ത. ജൂതമതത്തിൻ്റെ, യഹൂദമതത്തിൻ്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ വസ്തുതകളിലാണ് അതിൻ്റെ വേരുകൾ ആണ്ട് കിടക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെയും ഒക്കെ വേര് കിടക്കുന്ന അവിടെയാണ്, നമ്മളെല്ലാം തുടക്കം അവിടെയാണ്. പക്ഷേ വിശ്വമതങ്ങൾക്ക് ബീജാപാപം നൽകിയ, ജന്മം നൽകിയ ആ മണ്ണിൽ ജൂതന് സ്വന്തം ഒരു ആരാധനാലയം ഇല്ല. അവൻ ക്ഷേമാപ്രാർത്ഥനകൾ നടത്തുന്നു. ക്ഷേമ ഓർക്കുന്നുണ്ടോ? ക്ഷേമ ഓർക്കാത്തവർക്ക് ക്ഷമയില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവിടെ നിന്ന്. ഹീറോ ഇസ്രയേലേ കേൾക്കാ, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ക്ഷേമ ഇസ്രയേൽ, അദോനായി എലോഹിനു, അദോനായി യഖാദ് എന്നെല്ലാം നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇത് അവരുദ്ധരിക്കുന്നൊക്കെ ഉണ്ട്. പ്രാർത്ഥനയ്ക്കിന്ന് വന്നുകൂടുന്ന ഇടം വിലാപ മതിലാണ്. ആ വിലാപ മതിലിൽ തല ഉരച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു. അവർ വിശ്വസിക്കുന്നു ദിസ് ഈസ് ദ എൻട്രൻസ് ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ വാതിലാണിത്. വേദനകളെല്ലാം കരഞ്ഞ് പ്രാർത്ഥിച്ച് ദിവസങ്ങളിൽ അവതരിപ്പിക്കുന്നു. ഇന്നവർക്ക് ആലയമില്ല. ആലയം ഇരുന്ന ഇടം പ്രധാനപ്പെട്ട 2 പള്ളികൾ ഇരിക്കുകയാണ്. ആ ഏറിയ ഒന്ന് മനസ്സിലാക്കിക്കോ. ലോകമൊക്കെ ഇവരെ എതിരെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം, ഇത്രയും മതസഹിഷ്ണുത കാട്ടുന്നത് വലിയൊരു കാര്യമാണ്. ലോകത്തെവിടെ പറ്റും? എവിടെയാണ് പറ്റുന്നത്? കാരണം ഈ ടൗൺ, ജെറുസലേമിലെ ടൗണ്, ഈ പഴയ സ്ഥലങ്ങൾ 3 മതങ്ങൾ വീതിച്ചെടുത്തിരിക്കുക. 3 മതങ്ങളുടെ സ്ഥാപനങ്ങളുണ്ട് അവിടെ. ഇസ്ലാമിൻ്റെ ഉണ്ട്, പള്ളികളുണ്ട്, പിന്നെ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചുണ്ട്, കോപ്റ്റിക് ചർച്ചുകളുണ്ട്, കാത്തലിക് ചർച്ചുണ്ട്. ഈ ചർച്ചുകളെല്ലാം അത് അവിടെ വീതിച്ചെടുത്തിരിക്കുകയാണ്. മതസഹിഷ്ണുത ഇല്ലത് പറ്റുമോ? അതുപോലെ ആയുധമുള്ളൊരു രാജ്യത്ത് 10 മിനിറ്റ് കൊണ്ട് നശിപ്പിക്കാൻ അവർക്ക് സാധിക്കുമെങ്കിലും അവരത് അനുവദിക്കുന്നു. അപ്പോൾ അവർക്ക് രാഷ്ട്രീയം കാണും, ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യം കാണും, എന്താണെങ്കിലും അവർ അലവ് ചെയ്യുന്നു. ഹോളി സിറ്റി എന്നവർ കരുതുന്ന ഇടം,
ഹോളി സിറ്റിയായി വിശ്വമതങ്ങൾ കരുതുന്ന ഇടം. മെക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിയരുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻ്ററാണ് ജെറുസലേം എന്ന് പറയുക. അവർക്ക് ഹോളിയാണത്. ജൂതനത് ഹോളിയാണ്. നമ്മളല്ലാത്ത ആളുകളും അത് ഹോളി എന്ന് കരുതാറുണ്ട്. ഹോളി ലാൻഡ് എന്ന പ്രയോഗം വളരെ തെറ്റാണ്. അവിടെ പോകുന്നൊരു പോക്കോണം, അതിന് കുഴപ്പമൊന്നുമില്ല. ജെറുസലേം ഈസ് നോട്ട് ഹോളി ലാൻഡ്. വൈ? ആത്മീകമായി മിസ്രയീമെന്നും പിന്നെ എങ്ങനെ എൻ്റെ പേര് പറയുന്നേ, സോദോം എന്നും പേരുള്ളതും അവരുടെ കർത്താവ് മരിച്ചു കിടന്നതുമായ ഇടം. ഇതാണ് ജെറുസലേമിന് വെളിപ്പാട് പുസ്തകം കൊടുത്തിരിക്കുന്ന ഭാഷ്യം. എന്നിട്ട് പറയണ്ടേ, ആത്മീകമായി ഇതൊരു മിസ്രയീമും പിന്നെ സോദോം എന്നും പേരുള്ള സ്ഥലം. അവിടേക്കാ ഹോളി ലാൻഡാന്ന് പറഞ്ഞ് നമ്മൾ ഈ പോക്കെല്ലാം പോകുന്നത്. പൈസ മുടക്കി അവിടെ ചെന്നിട്ട് ആളുകൾ പറയുന്നത് കേട്ടില്ലേ, അവനിവിടെ ഇല്ല, പിന്നെ അങ്ങോട്ട് പോകണമായിരുന്നു ഇത് പറയാനായിട്ട്. ഇവിടെ നിന്ന് പറഞ്ഞാൽ പോരെ. ഞങ്ങൾ അവിടെ ക്ലാസ്സൊക്കെ നടത്താറുണ്ട്. ഇത് പറയുമ്പോഴും സ്റ്റഡി പർപ്പസിനാണ് ഇവിടെ പോകുന്നത്. ഇത് മോക്ഷയാത്രയല്ല, മോക്ഷം കിട്ടാനുമുള്ള യാത്രയല്ല. ഇത് രക്ഷാനുഭവം പ്രാപിച്ച് നിങ്ങൾക്ക് വചനം പഠിക്കാൻ ഹിസ്റ്റോറിക്കലി ഈ പ്ലേസസ് കൊള്ളാമെന്ന് തോന്നിയാൽ ഒന്ന് പോയി കാണുന്നതിലൊരു തെറ്റുമില്ല. പക്ഷേ അത് യേശുവിൻ്റെ പാദം ചവിട്ടി പവിത്രമായ മണ്ണാണത്. അവിടുന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവന്നു പറഞ്ഞാൽ ആ മണ്ണിനെ നമ്മുടെ കേരളത്തിലെ മണ്ണ് അതിലെത്രയോ ഫാർ ബെറ്ററാണ്. വാസ്തവത്തിൽ നിങ്ങളൊന്ന് നോക്കിയേ, ഈ ഭംഗിയൊക്കെ വെച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിൻ്റെ 1000-1 ഭംഗിയുണ്ടോ ഈ യെരുശലേമിന്? ഇല്ല. പണ്ട് കുറേ ദൂതന്മാർ നടക്കാൻ ഇറങ്ങി. നല്ല ദൂതന്മാരാണ്, അല്ലാതെ മോശപ്പെട്ട ആളുകളൊന്നുമല്ല. അവരിങ്ങനെ ലോകമെല്ലാം നടന്ന് അവസാനം കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നിട്ട് ഇവിടെ എല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഇത് എന്തൊരു നല്ല സ്ഥലമാണ് ഈ പോയ സ്ഥലത്തൊക്കെ. മൂത്ത ഒരു ദൂതൻ ചെറിയ ദൂതനോട് പറഞ്ഞു, ഇതൊക്കെ ശരിയാണെങ്കിലും നല്ല വെള്ളമുണ്ട്, ഇഷ്ടംപോലെ കാടും മലയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവന്മാരിതെല്ലാം കളഞ്ഞിട്ട് ഇതൊന്നും ഇല്ലാത്തടത്ത് പോയേ താമസിക്കുകയുള്ളൂ. മനസ്സിലായോ നമ്മുടെ കാര്യം? ഇതെല്ലാം ഉണ്ടെങ്കിലും അവന്മാരത് കളഞ്ഞിട്ട് ഇതൊന്നും ഇല്ലാത്തടത്ത് വല്ല കൂടാരത്തിലും പോയിട്ട്. പക്ഷേ നമ്മുടെ ഒരു ഗുണമുണ്ട്, ഇത്രയും നിയമം കർശനം പാലിക്കുന്ന ഒരു സമൂഹം നമ്മളാണ്. സ്വന്തം നാട്ടിലല്ല, ചെല്ലുന്നിടത്ത് ഡ്രൈവിങ്ങിൻ്റെ നിയമം ഇതെല്ലാം കറക്റ്റാണ്. പക്ഷെ നാട്ടിൽ ഇതെല്ലാം കൊണ്ട് പാലിച്ച് കിട്ടിയിരുന്നെങ്കിൽ ആ നാട് നന്നായനെ നമ്മളല്ലേ. സ്വന്തം നാട്ടിൽ പാലിക്കില്ല, ചെല്ലുന്നിടത്ത് വളരെ അന്തസ്സോടെ സ്വന്തം കാര്യം നോക്കി പോകുന്ന പോട്ടെ. അപ്പോൾ പാലസ്റ്റീൻ അത് നമുക്ക് ഹോളി ലാൻഡല്ല, പിന്നെ ബൈബിൾ ലാൻഡാണ്. ബൈബിൾ ഇൻസിഡൻറ്റുകളൊക്കെ നടന്ന ഹിസ്റ്റോറിക്കൽ പ്ലേസസാണ്. ഈജിപ്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ സ്ഥലത്തെ പ്രധാന പ്രശ്നത്തിലേക്ക് വന്നില്ല. പണ്ട് യെരുശലേം ദേവാലയം നിലനിന്നിരുന്ന ഇടമുണ്ട്. ആ സ്ഥലം ഇന്ന് ഒമറിൻ്റെ പള്ളി എന്ന പേരിലൊരു പള്ളിയാണ്. ഖലീഫറേറ്റിൻ്റെ കാലം, ആ കാലം ഖിലാഫത്ത് റാഷിദ കാലം എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക, ഹിസ്റ്റോറിക്കലി പറയുക. ഖിലാഫത്ത് റാഷിദ, ഖിലാഫത്ത് മീൻസ് റൂൾ എന്നേ അർത്ഥമുള്ളൂ. റെയിൻ ഓർ റൂൾ, REIGN, റെയിൻ, റൂൾ. അപ്പോൾ ഈ ഖിലാഫത്ത് കാലത്ത്, റാഷിദക്കാലത്ത്, സച്ചരിതരായ ഖലീഫമാരുടെ കാലത്ത് അതിൽ പ്രമുഖനായൊരു മനുഷ്യനുണ്ടായിരുന്നു, അലി. ഒമർ നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ ഖലീഫമാരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. അതിൽ ഓർത്തുകൊണ്ട് പറയാം, ഈ അലി ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഈ അങ്കി ഒരുത്തന്നെ അപഹരിച്ചുകൊണ്ട് പോയി, മേലങ്കി. പക്ഷേ കിങ്ങാണ് പുള്ളിയെന്ന് ഓർത്തോണം, കിങ്ങിന് തുല്യമായിട്ടുള്ള ഒരു ഖലീഫയാണ്. അപ്പം അദ്ദേഹം അവനെ തല്ലി അത് തിരിച്ച് മേടിക്കാൻ നോക്കാതെ കോർട്ടിൽ കേസിന് പോയപ്പോഴേക്ക് അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റിയില്ല, ഇത് എൻ്റെ അങ്കിയാന്ന് തെളിയിക്കാൻ പറ്റാത്തതിന്. കോടതിയുടെ സമയം കളഞ്ഞതിന് പുള്ളിക്ക് ഫൈൻ കിട്ടു. ബലം പ്രയോഗിക്കാതെ കോർട്ട് മറ്റവന് തിരിച്ചും കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ അനുസരിച്ച് പോയ നിയമം പാലിച്ചൊരു മനുഷ്യനാണ് ഖലീഫ അലി. ഉമറും നല്ലൊരു മനുഷ്യനാണ്. ഒത്തിരി കാര്യങ്ങൾ ക്വാളിറ്റിയുള്ള ഒത്തിരി നല്ല ഭരണാധികാരികളായിരുന്നു. അതുകൊണ്ടാണ് ആ കാലത്തെ അറിയപ്പെടുന്നത് ഖിലാഫത്ത് റാഷിദക്കാലം, സച്ചരിതരായ ഖലീഫമാരുടെ കാലം. അപ്പോൾ ഈ ഖലീഫറേറ്റിൻ്റെ കാലത്ത് ഈ സ്ഥലത്ത് അപ്പോഴേക്ക് അവിടെ ക്രിസ്ത്യാനിറ്റി ഒന്നുമില്ല, അവിടെ ഒന്നും ഈ ജൂതന്മാരൊന്നുമില്ല, അവരെല്ലാം സ്കാറ്റേഡായി ചിതറിപ്പോയി. അവിടെ എല്ലാം ഇവരുടെ കയ്യിലായി. ആ ഘട്ടത്തിൽ അവിടെ അവർ പണി കഴിപ്പിച്ച ഒരു പള്ളിയുണ്ട്. ആ പള്ളിയാണ് ഡോം ഓഫ് ദ റോക്ക് എന്നറിയപ്പെടുന്നത്. അമറിൻ്റെ പള്ളി എന്നോ ഡോം ഓഫ് ദ റോക്ക് എന്നോ അറിയപ്പെടും. അത് അവിടെ നിൽക്കട്ടെ. എവിടാണത്?
ഓൾ ജെറുസലേം ടെമ്പിൾ ഇരുന്ന ഇടത്താണ് അത്. അവിടെ നിന്ന് കുറേ അങ്ങോട്ട് മാറി നമ്മുടെ കിഴക്കേ വാതിലുണ്ടല്ലോ, ജെറുസലേമിൻ്റെ കിഴക്കേ വാതിൽ, മറന്നുപോയോ? അത് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു മനോഹര ദേവാലയമുണ്ട്. അൽ-അക്സ ടെമ്പിളാണത്. അൽ-അക്സ ടെമ്പിൾ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. കാരണം അത് അൽ-അക്സ മോസ്കാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ളത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒരു രാത്രി ഈ സ്വർഗം സന്ദർശിച്ച് മടങ്ങി വന്ന നബി ഈ സ്ഥലത്ത് നിന്നാണ് പോയെന്നാണ് അവരുടെ വീക്ഷണം അനുസരിച്ചുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട അവർക്ക് ഇമ്പോർട്ടൻ്റ് സിറ്റിയാണ് ഇതും. അപ്പോൾ 3 മതങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ക്രിസ്ത്യാനിറ്റി അതിൽ അവകാശവാദം ഉന്നയിക്കുന്നില്ല. അത് നന്നായി. അവിടെ ഉണ്ടെങ്കിൽ നമ്മളവിടെ കയറി, നിങ്ങൾ കണ്ട ഈ ഇവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും അനാകർഷണീയമായ കാഴ്ച, ഇതെല്ലാം കൈ കയറി കുറേ സിമെൻറ്റ് പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നാച്ചുറാലിറ്റി എല്ലാം കളഞ്ഞിട്ട് ഈ പറയുന്ന കഥകളി പലതും കള്ളമാണെന്നറിഞ്ഞുകൊണ്ടേ നിങ്ങളങ്ങോട്ട് പോകാവുള്ളൂ. എന്താ കാര്യം? ഒരു നക്ഷത്രം കാണിച്ചിട്ട് നമ്മോട് പറയുകയാണ് യേശുവിനെ എവിടെയാണ് പ്രസവിച്ചിട്ടത്. ഞാനൊരുത്തനോട് ചോദിച്ചു, യേശുവിൻ്റെ ആ ഡെലിവറി നടക്കുന്ന സമയത്ത് ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം വന്ന് ഇങ്ങനെ ലൈവ് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചു. സ്ഥലം കറക്റ്റ് കണ്ടുപിടിക്കാൻ. ഇതെല്ലാം തെളിവുള്ള കാര്യമാണോ? അല്ല. മറിയ എലിസബത്ത് ഇവിടെ വെച്ച് കണ്ടുമുട്ടി. ആര് പറഞ്ഞു? പത്രോസ് വീഴുന്ന 3 വട്ടം തള്ളി പറഞ്ഞു. ഫ്രെയിം ചെയ്തെടുത്ത കുറേ കഥകളാണ് നമ്മളാ കേൾക്കുന്ന പകുതി. കേട്ടല്ലോ, ഓസഫിൻ്റെ പണിശാലയാണ്, അവിടെ ഒരു പള്ളി ഇരിപ്പുണ്ട്, ഇങ്ങനെല്ലാം കാണിക്കുക. ഇതിനകത്തൊന്നും അല്ല അർത്ഥം. ആ പറയുന്ന പാതി ഒരു ബിസിനസ്സിന് വേണ്ടി പറയുന്ന നമ്മുടെ മലയാറ്റൂർ ഐതിഹ്യം എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സംഭവമുള്ളൂ. മലയാറ്റൂർ ഐതിഹ്യം ഇച്ചിരി കൂടെ ഒരു ഇതുള്ളതാണ്. കാരണം തോമാസ്ലിയുടെ ഒരു കാലും പാടും ഒക്കെ അവിടെ ഉണ്ട്. അവിടെ ഉള്ള ഒരാളിലും ഉണ്ടോ ആ ഭാഗത്ത് കുടിച്ചിപ്പുണ്ടോ? അവരെ കളിയാക്കി പറഞ്ഞൊന്നല്ലോ കേട്ടോ, ഉണ്ടോയെന്നറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഒക്കെ പറയുമ്പോഴേ ഈ തോമാസ്ലിയോട് എനിക്ക് വളരെ ബഹുമാനമാണ്. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ അംഗപരിമിതൻ, അംഗവൈകല്യമുള്ള ഒരാൾ അദ്ദേഹമായിരുന്നു. അംഗപരിമിതം എന്ന് പറഞ്ഞാൽ ഒരു കാൽ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ ഇല്ല. എൻ്റെ മലയാറ്റൂർ ഒരു പാടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ ചവിട്ടി നിന്നതിൻ്റെ ഒരു പാടേ, ഒരു കാലിൻ്റെ മാത്രം പാടേ ഉള്ളൂ. എന്ത് വിഷമിച്ചായിരിക്കും അദ്ദേഹം അവിടെയൊക്കെ വന്നതെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ എനിക്ക് മനസ്സിലായതാണ്. ഒരു കാൽപാദമുണ്ട് പാറ ചവിട്ടിയപ്പം. ഇനി എന്തോ ആകട്ടെ, ഈ പാറ ചവിട്ടിയപ്പോൾ അദ്ദേഹം ഒരു കാല് പതിഞ്ഞെങ്കിൽ ചെളിയുള്ള സ്ഥലത്തൂടെയൊക്കെ പോയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ ആ വെയിറ്റ് കാരണം? അത് വലിയൊരു കരുണ കൊണ്ടാണ് മുങ്ങിപ്പോവാൻ. ഞാൻ പോട്ടെ, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, സാരമില്ല. ഏതായാലും അങ്ങനെയുള്ള കഥകളൊക്കെയാണ് അവിടെ കിടക്കുന്നതെങ്കിൽ ഈ സ്ഥലത്ത് ഇത്തിരി പഠിക്കാനുണ്ട്. ഇവിടം വലിയ സംഘടനകളുടെയൊക്കെ ഭൂമിയാണ്. ഇത് തിരിച്ച് കിട്ടിയേ പറ്റൂ ജൂതന്മാർ. നടക്കില്ല പാലസ്തീനികൾ. പക്ഷേ തങ്ങളുടെ പക്കലിരിക്കുന്ന ആയുധശക്തി ഉപയോഗിച്ചും ആജ്ഞാശക്തി ഉപയോഗിച്ചു കൊണ്ടും നിമിഷ നേരം കൊണ്ട് ഇവർക്കിത് പിടിക്കാം. അവർ ഭയക്കുന്ന ഒറ്റ ഘടകം ലോകമനസാക്ഷിയാണ്. ലോകമെതിരാകും, ആകെ പ്രശ്നമാകും. അതുകൊണ്ട് തൽക്കാലം അടക്കി വെച്ചെങ്കിലും അവർക്കിത് പിടിച്ചേ പറ്റൂ. ജനിച്ചു വീഴുന്ന കുട്ടികളിൽ പോലും അവരടിച്ചേൽപ്പിക്കുന്ന ഒരു തീവ്ര ബോധമുണ്ട്, മതബോധം. ഏറ്റവും വലിയ തീവ്രവാദം, മതപരമായ ആ തീവ്രവാദം അവരുടെ പക്കൽ തന്നെയാണ്. അതങ്ങോട്ട് വളർന്ന് ദൈവത്തിലുള്ള വിശ്വാസത്തെക്കാൾ അവർക്ക് ഈ മതത്തിൻ്റെ ഇത്തരം ദുരാചാരങ്ങളിലാണ് ഇഷ്ടം. ദൈവവിശ്വാസം കുറവാണ്. ക്ഷമിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവർക്ക് അറിയാമോ എന്ന് എനിക്ക് സംശയമാണ്. കരുണാസമ്പന്നനായ ഒരു ദൈവത്തെക്കുറിച്ച് അംഗീകരിക്കുമോ എന്നെനിക്ക് സംശയമാണ്. ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ക്രൈസ്ത്യൻസിനോടൊക്കെ വലിയ പ്രശ്നമില്ലെങ്കിൽ സംസാരിച്ചു വന്ന് ഗോസ്പല് പറഞ്ഞു പോയാൽ ഇവർ ചൂടാവും, വല്ലാതെ ക്ഷുഭിതരാകും. ഞങ്ങൾക്കിത് കേൾക്കണ്ട, അങ്ങനെ നിലവാരത്തിലേക്ക് എത്തും. ഇത് വെറും ഒരു കെട്ടുകഥ പോലെയാണ് അവർക്കതിനെ അഭിമുഖിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഈ സ്ഥലം കിട്ടണം, കിട്ടിയേ പറ്റൂ. ജൂതൻ കിട്ടില്ല, തരില്ല മറ്റു സമൂഹങ്ങൾ. ഈ സംഘട്ടനം മുറുകുമ്പോൾ ഇതാണ് പാലസ്തീൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ ഏറ്റവും മോശമാകുന്നതും ജെറുസലേം തലസ്ഥാന നഗരിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടം മറ്റൊരു നിലയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നതും ട്രംപുമൊക്കെ അംഗീകരിക്കുന്നതുമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ഒന്ന് പറഞ്ഞ പടം വിട്ടേക്കാം. അത് താമസം വിന ഈ സ്ഥലത്തൊരു സമാധാന അന്തരീക്ഷം സംജാതമാക്കാൻ പോകുന്നു. ഇന്ന് തമ്മിലടിച്ച് കഴിയുന്ന ഈ ആളുകൾ തമ്മിൽ ഒരു സൗഹൃദ സാഹചര്യം കാണുന്നു. അത് വിശ്വസിക്കാൻ ഒരു പക്ഷേ സാമൂഹ്യ ശാസ്ത്രകാരന്മാർക്കൊന്നും കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷേ അതാ സത്യം.
അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഈ അറബി ജൂത തർക്കത്തിൽ നമ്മൾ കക്ഷി ചേരാൻ പാടില്ല. അതിൻ്റെ കാരണം അവർ സഹോദരങ്ങളാണ്. ഈ സഹോദരന്മാർ തമ്മിലുള്ള വഴക്കിൽ നമ്മൾ പോയി കക്ഷി ചേർന്ന വാദി പ്രതി അവിടെ പോയി വെറുതെ നമുക്ക് നിൽക്കാവുന്നേ ഉള്ളൂ, ദൂരെ നിന്ന് മാറി പറയാവുന്നേ ഉള്ളൂ. അയ്യോ കുട്ടപ്പാ തല്ലരുതേന്ന് പറഞ്ഞ് നിൽക്കാവുന്നല്ല. അല്ലാതെ അതിൻ്റെ ഇടയിൽ കയറിയ രണ്ടുപേരുടെ കൂടി നമുക്കിട്ട് തല്ലും. അതിൻ്റെ ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള അടിയാണ്. അവർ യോജിക്കാനാണ് ചാൻസ്. ആ യോജിക്കുന്ന കാര്യത്തിലേക്ക് വരാം. ലോകമാസകലം ഇങ്ങനെ അടിച്ചു പിരിയുന്ന ഘട്ടത്തിൽ ഇവരെ തമ്മിൽ ഏകോപിപ്പിക്കുന്ന ഒരു ഏകാധിപതിയുടെ ഉദയത്തിന് ലോകം കാത്തിരിക്കുന്നു. ലോകത്തിൽ ഇന്ന് കാണുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ കെൽപ്പുള്ള ഒരു സൂപ്പർ ജീനിയസിനെ ലോകം പ്രതീക്ഷിക്കുന്നു. ഒരു അതികായനെ ലോകം പ്രതീക്ഷിക്കുന്നു. ബുദ്ധിപരമായി സാമൂഹ്യമായി ജനത്തെ മുഴുവൻ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തെ ലോകം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. ഇതൊന്ന് പരിഹരിക്കണം, ഞങ്ങൾക്കിതൊന്ന് പരിഹരിച്ചു തരണം. ഒരു ശ്രമം. ഉലകം മുഴുവൻ ഇതിൻ്റെ പേരിൽ രണ്ട് ശാക്തിക ചേരികളായി മാറുകയാണ്. ജൂതപക്ഷവും ജൂതവിരുദ്ധ പക്ഷവുമായി ലോകം തമ്മിലടിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ലോകം മൊത്തം നശിക്കും എന്നുള്ളതാണ്. ഈ എത്തി നിൽക്കുന്ന യുദ്ധത്തിൻ്റെ മുനമ്പിൽ നിന്നൊന്ന് മാറി നടക്കാൻ, ഒറ്റക്കെട്ടായി ലോകം മുമ്പോട്ട് പോകാൻ കഴിയും വിധം ഒരു ഡിപ്ലോമസിയുള്ള, ഒരു നയതന്ത്രജ്ഞതയുള്ള ഒരേകാധിപതിയെ ലോകം കാത്തിരിക്കുന്നു. ആ ഏകാധിപതിയുടെ ഡിപ്ലോമസി കൊണ്ട്, നയതന്ത്രജ്ഞത കൊണ്ട് തമ്മിലടിക്കുന്ന ഇവർ ഏകോപിപ്പിക്കപ്പെടും. അവൻ്റെ ആദ്യ അറ്റംപ്റ്റ് പരാജയപ്പെടുകയും ആ ഏകാധിപതി ജനസമൂഹത്തിലൊന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ട് ആദ്യഘട്ടം ഒറ്റപ്പെടും. ആ ഭാഗമാണ് വെളിപ്പാട് 13:1 മുതൽ വായിക്കാം. ആ ഏകാധിപതിയിലേക്ക് പോകാം. ശരിയാണ്. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. അതിനു മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റു. അപ്പൊ തലയിലേറ്റ ക്ഷതം ഒരറ്റൻഡ് തകർന്നു പോകുക. പക്ഷെ ആ മുറിവ് കൊണ്ട് ലോകം ശ്രദ്ധിച്ചു. മുറിവേറ്റിട്ട് ഇരട്ടിക്കരുത്തോടെ അവൻ തിരിച്ചു വരുമ്പോൾ ലോകം അവനെ അംഗീകരിക്കുന്ന സ്ഥിതി വരും. കാരണം മുറിവെച്ചിട്ടും തകരാതെ, തലയ്ക്ക് മുറിവെച്ചിട്ട് തകരാതെ തിരിച്ചു വരുന്ന അവനെ സഹായിക്കുന്നത് മഹാസർപ്പമാണ്. ഈ മഹാസർപ്പത്തെ കാണുന്നത് നമ്മൾ വെളിപ്പാട് 12 നമുക്കത് പിന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവനെ തൽക്കാലം പഠിക്കാൻ ഇങ്ങോട്ട് വന്നാണ്. ഈ മഹാസർപ്പം എന്ന ലൂസിഫർ ഹെൽപ്പ് ചെയ്യുന്നു. കരയിൽ നിന്ന് വരുന്ന മൃഗം അവനെ സഹായിക്കുന്നു. 3 മൃഗങ്ങളെ നമ്മൾ 3 ജീവികളെ കണ്ടു വെളിപ്പാട് 13. ഒന്ന് എതിർ ക്രിസ്തു എന്നവൻ, അവനെ സപ്പോർട്ട് ചെയ്യുന്ന നിയോഗിക്കുന്ന ലൂസിഫർ എന്നവൻ, അവൻ്റെ മുമ്പിൽ അടയാളങ്ങളും അത്ഭുതവും ചെയ്യാൻ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന കള്ളപ്രവാചകൻ. 3 ആളുകൾ ചേരുന്നു. ഇവരെ ഒരു നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 6 അഥവാ 666. ഈ മനുഷ്യനെ കുറിച്ച്, ഈ വ്യക്തിത്വത്തെക്കുറിച്ച് ഒന്നുകൂടി പഠിക്കാം. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കേട്ടോളൂ. അതിനറിയാൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, തമ്മിലടിച്ചു പിരിയുന്ന ജൂതസമൂഹമെന്ന് ഒറ്റച്ചരടിലേക്ക് വരാൻ പാകത്തിന് താമസം വിന ഒരു ദേവാലയം യെറുശലേമിൽ ഉയരാൻ പോകുന്നു. യെറുശലേമിൽ ജൂതന് സ്വന്തമായിട്ട് ഒരാലയമുണ്ടാകാൻ പോകുന്നു. ആലയമുണ്ടാകാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ പള്ളി പൊളിഞ്ഞ പ്രശ്നാവൂലി, അവിടെയുള്ള മോസ്ക് പൊളിക്കാനൊക്കുമോ? സാധിക്കില്ല. എങ്ങനെയാണ് പിന്നെ സാധിക്കുക? അപ്പോൾ മോസ്ക് തകർക്കാതെ, അവിടെയുള്ള ഈ പലസ്തീനികളുടെ മതവിശ്വാസത്തിനും വികാരത്തിനും മുറിവേൽക്കാതെ അതവിടെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം, അതെങ്ങനെ സാധിക്കും? ആ സാധ്യതകളിലേക്കാണ് ഇനി പോകുന്നത്. ഇസ്രയേലിൻ്റെ പുരാവസ്തു ഗവേഷണ വിഭാഗം ഈ ഭാഗങ്ങളിൽ നടത്തിയ ഉത്ഖനന പഠനങ്ങൾ, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്, ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നു. അത് ഒമറിൻ്റെ പള്ളി ഇരിക്കുന്നത് കൃത്യം യെറുശലേം ദേവാലയം ഇരുന്ന ഇടത്തല്ല, ഏതാനും അടി അങ്ങോട്ട് മാറിയാണ്. കൃത്യം പറഞ്ഞാൽ വിശുദ്ധ സ്ഥലമായി, അതിപരിശുദ്ധ സ്ഥലമായി വേർതിരിക്കപ്പെട്ട ആലയത്തിൻ്റെ
ആ സ്ഥലത്തെങ്ങുമല്ല, ഒരു 420 അടി അങ്ങോട്ട് മാറിയാണ്. ആ ഏരിയ അവിടെയാണ്. ഇത്രയും ഡിസ്റ്റൻസ് കിട്ടുന്നു. അങ്ങനെയെങ്കിൽ ഉമറിൻ്റെ പള്ളി നിലനിർത്തുന്നു എവിടെ? പഴയ ദേവാലയത്തിൻ്റെ മുറ്റത്ത്. പുതിയ ദേവാലയം പഴയ ദേവാലയം ഇരിക്കുന്ന ഇടത്ത് പണിയുന്നു. വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും ജൂതന് നൽകിക്കൊണ്ടും മുറ്റം ഇപ്പോൾ ഇരിക്കുന്ന ദേവാലയം നിലനിർത്തിക്കൊണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാകത്തിന് ഒരു അന്തർദേശീയ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ മുറ്റം ഒരുമിച്ചെടുക്കുക. ഇരുകൂട്ടരും വന്ന് അവരവരുടെ വഴിത്താരകളുടെ ആലയത്തിൽ പ്രവേശിക്കുക, അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രശ്നമൊഴിയാൻ ഒരു സാധ്യത കാണുന്നു. ഇത് വെറുതെ പറഞ്ഞതല്ല. ഞാനിത് പഠിക്കുന്നത് 8-10-12 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഡോക്ടർ അസൂർ കോഫ്മാൻ എന്ന് പറയുന്ന ഒരു ജൂതൻ്റെ പഠനക്കുറിപ്പുകളാണ്. അദ്ദേഹം ഇസ്രയേൽ ഹീബ്രു യൂണിവേഴ്സിറ്റിയുടെ ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽ പ്രൊഫസറായിരുന്നു. അദ്ദേഹവും വിദ്യാർത്ഥികൾ നടത്തിയ ഗവേഷണത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് കൃത്യം ഉമറിൻ്റെ പള്ളി ഇരിക്കുന്നത് വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും ഇരിക്കുന്ന ആ ഭൂപ്രദേശത്തല്ല, 400-422 അടി ദൂരോട്ട് മാറിയാണ്. അങ്ങനെയെങ്കിൽ ഉമറിൻ്റെ പള്ളി പൊളിക്കാതെ അതവിടെ ഇരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ഈ അത്തരം വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടാതെ അതവിടെ ഇരിക്കട്ടെ. പകരം ഇപ്പുറത്തുള്ള ഈ സ്ഥലം ഇവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇത് ഇൻ്റർനാഷണൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ ഒരു തർക്കഭൂമി എന്ന നിലയിൽ നിലനിർത്തിക്കൊണ്ട് ഇത് ഉപയോഗിക്കപ്പെടണം. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വർഷങ്ങൾക്കപ്പുറത്ത് ഉള്ള ഒരു ചിന്തയാണ്. ഞാൻ വർഷങ്ങളായി ഇത് പഠിപ്പിക്കുന്ന ഒരു ദൈവദാസനാണ്. ആ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അയോധ്യ പ്രശ്നം ഇങ്ങനെ ചൂടുപിടിച്ചിരിക്കുന്ന ഘട്ടത്തിൽ വിധി വരാൻ പോകുന്നു, കോർട്ടിൻ്റെ വിധി. ഈ വിധി കാത്ത് നമ്മളെല്ലാം ഇരിക്കുക. ആർക്ക് കൊടുക്കും? ഇതാ വളരെ ശക്തമായി ഈ കോടതി നടപടിയെടുക്കുന്നു. ഒരു കൂട്ടർക്കല്ല, മറിച്ച് വിഭജിച്ചെടുക്കണം. 3 വിഭജിച്ചെടുത്തുകൊണ്ട് പ്രശ്നത്തിനൊരു പരിഹാസം. അത് ചലഞ്ച് ചെയ്യപ്പെട്ടു, അപ്പീൽ ചെയ്യപ്പെട്ടു, അത് മറ്റൊരു കാര്യം. പക്ഷേ എനിക്ക് മനസ്സിലായത്, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ, 2 മതസമൂഹങ്ങൾ തമ്മിലുള്ള ഒരു കേസൊക്കെ വരുമ്പോൾ ഒരു സുപ്രീം കോടതിക്കൊന്നും പരിഹരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലൊക്കെ പരിഹാരം വേണ്ട കേസാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിലെ വിധിയൊക്കെ ഇത്തരം വിധിക്കൊരു സഹായകമാകും. ഇതിൻ്റെ വെളിച്ചത്തിലൊക്കെ ഒരു വിധി വന്നുകൂടായികയില്ല. ഇത്തരത്തിൽ ഇവർ 2 വിഭജിക്കപ്പെട്ട് ഇരുകൂട്ടർക്ക് കൊടുക്കും. അത് ഞാൻ പറയുന്ന ഈ വസ്തുത മാത്രം കേട്ട് നിങ്ങൾ പോകാതെ, ഞാൻ പറയുന്ന വസ്തുതയെ സാധൂകരിക്കുന്ന ഒരു ബൈബിൾ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. വായിക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം വായിച്ചുകൊള്ളൂ. വെളിപ്പാട് 11:1. പിന്നെ ദണ്ടുപോലുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്. പിന്നെ ദണ്ടുപോലുള്ളൊരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്. നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. അപ്പോൾ പ്രവാചകനോട് ദൈവാത്മാവ് പറയുക, നീ എഴുന്നേറ്റ് ദൈവാലയത്തെ അളക്കാൻ പറയുമ്പോൾ AD 70 ദൈവാലയം തകർന്നു. AD 95 ഈ പുസ്തകം രൂപപ്പെടുന്ന ഘട്ടത്തിൽ ദേവാലയമില്ല. പക്ഷെ പ്രവാചകനോട് പറയുക, നീ ദൈവാലയത്തെ അളക്കുക. പിന്നെ ആലയത്തിന് പുറത്തുള്ള പ്രാകാരം ദൈവാലയത്തെ അളക്കുക, അതിൽ നമസ്കരിക്കുന്നവരെ ദൈവാലയത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. അതിൽ എത്ര പേര് വരും, സ്പേസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ നീ ഒന്ന് കണക്കെടുത്താട്ട. അതനുസരിച്ച് വേണം അറേഞ്ച്മെന്റ്. ദൈവാലയത്തെയും അതിൽ പ്രാർത്ഥനക്കെത്തുന്നവരുടെയും കണക്കെടുക്കുക. പിന്നെ ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക. ആലയത്തിന്റെ മുറ്റം അഥവാ പ്രാകാരം അളക്കാതെ വിട്ടേക്കുക. കാരണം അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. എന്താ എഴുതിയേ? അവിടെ അളക്കണ്ട, അത് ഞാൻ ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. മതി. തർക്കത്തിൻ്റെ പ്രശ്നം തീരുന്നതിൻ്റെ സൂചന കണ്ടോ? അങ്ങനെ ആ സ്ഥലം വിഭജിച്ചെടുക്കുന്ന ഘട്ടത്തിൽ ഈ കക്ഷി ഇങ്ങനെ ആളുകളെ എല്ലാം കൂടെ ഏകോപിപ്പിച്ച പ്രശ്നം തീർത്ത ഒരാളെന്ന നിലയിൽ ഇതുവരെ കാണാത്തൊരു ശാന്തത ലോകത്ത് സംജാതമാക്കും. ലോകമൊരു സമാധാന അന്തരീക്ഷത്തിലേക്കെത്തും. അണ്ട് സുഹൃത്തുക്കളെ, വലിയ സ്ഫോടനം വരുന്നു, അടി വരുന്നു എന്നൊക്കെയല്ല ചിന്തിക്കേണ്ടത്. നല്ല സമാധാനം വരുന്നു. മനസ്സിലായോ? പക്ഷെ സമാധാനമെന്ന് തീർത്ത് പറയട്ടെ, അവർ സമാധാനമെന്ന് പറയുമ്പോൾ, നിർഭമായിരിക്കാൻ അവർ പറയുമ്പോൾ പേടിക്കണ്ട. സന്തോഷമെന്നും സമാധാനമെന്നും അവർ പേര് പറയുന്ന ഘട്ടത്തിൽ ഗർഭിണി കീറ്റുതോവ് വരും പോലെ സ്ഥിതിവിശേഷം മാറും. മഴയ്ക്ക് മുമ്പുള്ള ശാന്തത.
വലിയ പീഡയ്ക്ക് മുമ്പുള്ള ശാന്തത. ഈ ശാന്തത സൃഷ്ടിച്ച ഏകാധിപതിയെ കണ്ട് ലോകം അത്ഭുതപ്പെടും. ലോകത്തെ മുഴുവൻ നയിക്കാൻ ഒരുപക്ഷെ വരാൻ പോകുന്ന രാജ്യങ്ങളുടെ കോർഡിനേഷൻ്റെ തലവൻ, ഐക്യരാഷ്ട്ര സഭ പോലെയുള്ള ഒരു സംവിധാനത്തിൻ്റെ തലവൻ അദ്ദേഹമാകും. എന്ത് അങ്ങനെ പറയാൻ കാരണം? പഠിച്ചോണൊരു കാര്യം, ലോകത്തെ ഏറ്റവും അധികം ശമ്പളം പ്രതിമാസം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ ആരെന്നറിയോ? കൈപൊക്കരുത് നിങ്ങളാരും. ആരാ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന ലോകത്ത്? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലാണ്. മനസ്സിലായോ? അതൊരു ജോലി കൂടി കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജോലി ഇറാഖ് ഇവിടെ ആക്രമിക്കുന്നു. അയ്യോ ഒന്ന് ഞെട്ടുക, അത്രേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ലങ്കയിൽ തീവ്രവാദി ആക്രമണത്തിൽ ജാഫ്ന പിടിക്കപ്പെട്ടു. പുള്ളി പറയും ഞാനിതിനെ അപലപിക്കുന്നു. കാർഗിൽ മേഖലയിൽ നുഴഞ്ഞുകയറ്റം നടന്നു. അപ്പോൾ പറയുന്നു ശക്തമായി പ്രതിഷേധിക്കുന്നു. ഈ അപലപിക്കുന്നതിനാ ഈ കാശെല്ലാം മേടിക്കുന്ന ആശാൻ. മനസ്സിലായോ? ഇനി ആശാന് വല്ലതും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അമേരിക്ക സമ്മതിക്കില്ല, കണ്ണുരുട്ടി കാണിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? ഈ സ്ഥാനത്തേക്ക് വരുന്ന ആളുകളുടെ രാജ്യം നമ്മൾ അന്നാ കേൾക്കുന്നത്. ഇങ്ങനൊരു രാജ്യമുണ്ടെന്ന്. കാന. നമ്മൾ ഭക്ഷണമെന്ന് അർത്ഥത്തിലാണ് കേട്ടേക്കുന്നത്. കാന. ഏത് കാനയാണെന്നും നമുക്കൊരു പിടിയില്ല. നമ്മുടെ ബംഗ്ലാദേശിൽ നിന്നൊക്കെയാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് തലവൻ പോയത്. അടുത്ത കാലത്തൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അല്ല, നമ്മുടെ ശശി തരൂർ തോറ്റ് നന്നായി. നമുക്ക് അത്രയും നാണക്കേടില്ലാതിരിക്കട്ടെ ഇന്ത്യ പോലൊരു രാജ്യത്തിന്. കാരണം ലീഗ് ഓഫ് നേഷൻസ് പൊളിഞ്ഞ ആ ചാരത്തിൽ നിന്നുണ്ടാക്കിയൊരു സംഘടനയാണ്. അപ്പോൾ പല മണ്ഡലങ്ങളിൽ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ ചെറുതായി കണ്ടതല്ല, പക്ഷെ കാര്യക്ഷമതയുള്ള അധികാരമുള്ളൊരു സംവിധാനം അവിടെ ഇല്ല. ലോകരാഷ്ട്രങ്ങൾക്ക് അധികാരം, അതിന് മീതെ ഒരു അധികാരമില്ല. ലോകത്തിൻ്റെ മുഴുവൻ ഒരു അധികാരമെടുക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. പക്ഷെ ഇനി വരുന്ന ആളിൻ്റെ സ്ഥിതി മാറി. അവൻ അധികാരമുള്ളവനായിട്ടാണ് വരുന്നത്. അപ്പം ലോകത്തെ മുഴുവൻ അങ്ങനെ നയിക്കാൻ കെൽപ്പോടെ വരുന്ന അവന് സമാധാനകാംക്ഷി എന്ന പേര് വരും. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൂടെ അവന് കിട്ടും വേണ്ടി വന്ന. കാരണം ഇത്രയും സമാധാനം ലോകത്ത് കൊടുത്ത മറ്റൊരാളില്ല. കാരണം അടിച്ചു പിരിയാൻ കാത്തിരുന്ന രണ്ട് മതങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ആർക്കും പ്രശ്നമില്ലാത്ത വിധത്തിൽ സ്ഥലം വീതിച്ചു കൊടുക്കുക. വിക്രമനായ ഉപായബുദ്ധിയുള്ള രാജാവായി ദാനിയേലിൽ കണ്ടവൻ, അധർമ്മമൂർത്തി എന്ന് പറയുന്നവൻ, ചെറിയ കൊമ്പെന്ന് വിശേഷിക്കപ്പെട്ടവൻ, കണ്ണുകളുടെ നടുവിൽ വിശേഷ ശോഭയുള്ള കണ്ണായിട്ട് നമ്മൾ 8-ാം അധ്യായത്തിൽ കണ്ടവൻ, നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന തന്ത്രജ്ഞനായ ഉപായബുദ്ധിയുള്ള ഈ മനുഷ്യൻ അങ്ങനെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റി ദേവാലയം പണിയാൻ ജൂതനെ ഈ വിധത്തിൽ മൗനസമ്മതം നൽകും. അവർക്ക് സന്തോഷം, ആർക്കും പ്രശ്നമില്ല. ആ ഘട്ടത്തിൽ കാലം ഇങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ജൂതൻ പതുക്കെ ആരാധന ശക്തിപ്പെടുത്തും. ക്ഷേമപ്രാർത്ഥന ആരംഭിക്കും. അപ്പുറത്ത് അവരുടെ പ്രാർത്ഥന നടക്കും. വരുന്നവർ രണ്ട് വഴിക്ക് അവരവരുടെ വഴിക്ക് പോകും പ്രാർത്ഥനയ്ക്ക്. തങ്ങളിൽ സന്തോഷത്തോടെ തിരിച്ചു പോകും. ഒരു വിഷയമില്ല. അങ്ങനെ ആരാധന ശക്തിപ്പെട്ട് യാഗവും പെരുന്നാളും മഹാപുരോഹിതനും പെസകയും എല്ലാ പരിപാടിയും അങ്ങോട്ട് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ഇവരെ വിളിച്ചൊരു ചർച്ച എന്തായിരിക്കും? നിങ്ങൾ ഇത്ര നാളും യഹോവയെ ആരാധിച്ചു. യഹോവ നിങ്ങൾക്ക് എന്താണ് തന്നത്? നിങ്ങൾ എന്തിനാ ആരാധിച്ചേ? സമാധാനം കിട്ടാൻ, സന്തോഷം കിട്ടാൻ, ആനന്ദം കിട്ടാൻ. കിട്ടിയതാകട്ടെ യുദ്ധം. യഹോവ നിങ്ങൾക്ക് തന്നത് ലോകമാസകലം ചിതറിച്ചിട്ടുള്ള അടി, രൂക്ഷമായ ആക്രമണം, രക്തച്ചൊരിച്ചിൽ, ദാരുണ മരണം, പട്ടിണി. ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരാലയം, ആ ആലയം നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പണിതത്? ഇത്ര ക്രൂരനായൊരു ദൈവത്തെയോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. ഒരു തുള്ളി ചോര ചിന്താതെ, ആരെയും കൊല്ലാതെ, മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്കിത് തന്നവൻ ആരാണ്? തന്ത്രം മനസ്സിലായ ഉപായ ബുദ്ധിയുള്ള വിക്രമനായൊരു രാജാവിനെ കണ്ടോ? അതവൻ അല്പം മനസ്സിലാകും.
അതങ്ങോട്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ ലോകം ഒന്നടങ്കം പറയും ഇവനാ കറക്റ്റ്, ഇവനാ ശരി, രക്ഷിക്കാൻ കഴിയുന്നവനാ ശരി, അതാണ് ശരി. ആ ശരിയുടെ പാഠം അങ്ങോട്ട് ശക്തിപ്പെടുക, ലോകം മൊത്തം അവനെ ആരാധിക്കുക. അവനെ ആരാധിക്കാനുള്ള ഇടനിലക്കാരനായി വർത്തിക്കുന്ന ശല്യക്കാരനായ ആ പ്രോഫറ്റിൻ്റെ പേരാണ് കള്ളപ്രവാചകൻ. അവനങ്ങനെ ചെയ്യുമോയെന്ന് 13-ാം അധ്യായത്തിൽ അവനെക്കുറിച്ച് വായിച്ചു 11 മുതലുള്ള വാക്യങ്ങൾ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. പിന്നെ അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ലൂസിഫറിനെ പോലെ അവന് സംസാരിച്ചു. പിന്നെ അതൊന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അവൻ ഓടി നടന്ന് അധർമ്മമൂർത്തിയെ നമസ്കരിക്കാൻ മനുഷ്യരാശിയെ ശട്ടം കിട്ടി. ഇതൊരു വ്യക്തി വരണമെന്നൊന്നും അല്ല ഈ പറഞ്ഞു വരുന്നത്, ഒരു സിസ്റ്റം, ഒരു പുതുമതം, ഒന്നിനോടും പ്രതിപത്തിയില്ലാത്തൊരു മതം, പറയുന്നത് സമാധാനവും സന്തോഷവും ഒക്കെയാണ്. അതുകൊണ്ട് മനുഷ്യനെ ആകർഷിക്കുന്ന നവീന തത്വചിന്തകളോടെ ഇത്തരം ഒരു ആശയഗതി ശക്തിപ്പെടും. പിന്നെ വായിക്കാം. അത് മനുഷ്യർ കാണുകെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. വാളാൽ മുറിവേറ്റിട്ടും തകരാത്ത മൃഗം, ആ മൃഗത്തെ വന്ദിക്കാൻ. അപ്പോൾ ഇത്രയും പ്രതിസന്ധിക്കകത്തുനിന്നൊരു മനുഷ്യൻ വന്നപ്പോൾ അവനെ നമസ്കരിക്കണം. ആൾ ദൈവ നമസ്കാരമൊക്കെ അതിൻ്റെ സൂചനയാണ് കാണിക്കുന്നത്. ഇന്ന് മനുഷ്യന് സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കാൻ മനസ്സില്ല. ഞാനെന്നെ പറഞ്ഞു, ഇവിടെയാണോ പറഞ്ഞെന്നറിയില്ല, ഒരിക്കൽ ഈ കന്യാമറിയോട് വളരെ താല്പര്യമുള്ള, നമുക്കും താല്പര്യമുള്ളൂ, ഭയങ്കര താല്പര്യം. കന്യാമറിയോട് താല്പര്യമില്ലാത്തൊരു വിശ്വാസിയാണോ? വിശ്വാസിയല്ല, പക്ഷെ ആരാധിക്കാൻ വ്യവസ്ഥയില്ല അല്ലേ? അതേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. ഒരാളിങ്ങനെ അമ്മയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഭയങ്കര ഭക്തനാണ്, നെഞ്ചുപൊട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അമ്മയില്ലേ മുറ്റം തൂത്ത് വരികയാണ്. പുള്ളിക്കാരി ഇത് കേട്ടിട്ട് കുഞ്ഞേ എന്തോ പറ്റിയെന്ന് ചോദിച്ചു. തള്ളേ നിങ്ങളാണോ വിളിച്ചതെന്ന് ചോദിച്ചു. അവൻ നെഞ്ചുപൊട്ടി അമ്മേ എന്ന് പറഞ്ഞ് അലറിയപ്പോൾ ഇവനോർത്ത് അമ്മയോർത്ത് സ്വന്തം ജന്മം കൊടുത്ത് അമ്മയോർത്ത് എന്നെ വിളിച്ച് കരയാന്ന്. എന്താ മോനെ ചോദിച്ചു പറയാ, തള്ളേ നിങ്ങളിവിടെ ആരെന്നെ വിളിച്ചോ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇവൻ്റെ ഈ പ്രാർത്ഥന കൊണ്ട് എന്താ നേട്ടം എന്ന് പറഞ്ഞാൽ ആൾ ദൈവത്തെ നമസ്കരിക്കാൻ മനുഷ്യന് വലിയ ഇഷ്ടമാണ്. ആൾ ദൈവത്തിന് പൂജയർപ്പിക്കുക, സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ആൾ ദൈവ നമസ്കാരം ലോകത്തിലൊരു മതമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. എത്ര പെട്ടെന്നാണിത് വളരുന്ന ഇത്തരം സംഭവങ്ങൾ. അപ്പോൾ ഇതെന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യനെ ആരാധിക്കുന്നതിൽ ഇന്ന് താല്പര്യം കാണിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇവനെ നമസ്കരിക്കുമാറാക്കുന്നു, എതിർ ക്രിസ്തുവിനെ ഇങ്ങനെ മനുഷ്യനെ ആക്കും. അപ്പോൾ ഇതിൻ്റെ അന്തരീക്ഷത്തിൽ ഇവൻ നമസ്കരിക്കാൻ ശട്ടം കിട്ടുമ്പോൾ വഴങ്ങാത്ത കമ്മ്യൂണിറ്റികളുണ്ട്. വഴങ്ങാത്തവരുണ്ട്, അതിന് വിധേയപ്പെടാത്തവരുണ്ട്. ജൂതൻ വിധേയപ്പെടത്തില്ല. വിധേയപ്പെടാതെ മാറുമ്പോൾ അവനെ ശ്വാസം മുട്ടിക്കുന്ന അടുത്ത നടപടിക്രമം, എല്ലാത്തരം ട്രാൻസാക്ഷനുകളും സാമ്പത്തിക ഇടപാടുകളും വിൽപ്പനയും വാങ്ങലും 666 എന്ന ഒരു മാന്ത്രിക സംഖ്യയിലൂടെ നിയന്ത്രിക്കപ്പെടും. അതിന് തൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്ര സ്വീകരിക്കാത്തവർക്ക് സാധിക്കാതെ വരും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ലോകം ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നു. ഓരോ രാഷ്ട്രങ്ങളും ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നു. അമേരിക്ക പണ്ടേ സോഷ്യൽ സെക്യൂരിറ്റീസ് എന്ന പേരിൽ പൗരനെ അടയാളപ്പെടുത്തി. ഇന്ത്യയാണ് ഏറ്റവും ശക്തമായൊരു കുതിച്ചാട്ടം. നന്ദൻ നിലേഖനി എന്ന ഇൻഫോസിസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ 1.5 ലക്ഷം കോടി ഇന്ത്യൻ റുപ്പി ചിലവിട്ടുകൊണ്ട് 1.5 ലക്ഷം കോടി ഇന്ത്യയിലെ ഓരോ പൗരനെയും ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ആധാർ 666 അല്ല, പക്ഷെ ആധാർ സൂചിപ്പിക്കുന്നത് ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നു എന്നതാണ്. ഓരോരുത്തരെയും ഡിജിറ്റലൈസ് ചെയ്യുന്നത് കൊണ്ട് ചില നേട്ടം. ഇതിന് ശേഷമാണ് നമ്മുടെ എമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ എളുപ്പമായത്. പഴയ സംഭവമൊക്കെ മാറി. ഡിജിറ്റൽ പാസ്പോർട്ടുകൾ യാഥാർത്ഥ്യമാകുന്നു. ഡിജിറ്റൽ
റുപ്പി അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി യാഥാർത്ഥ്യമാകുന്നു. എല്ലാ ഇടപാടുകളും ഡിജിറ്റലാകുന്നു. നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ എത്തിച്ചേരുന്നു. അപ്പോൾ ഇനി നമ്മൾ പതുക്കെ അവൻ്റെ ആ സാമ്രാജ്യത്തിലേക്ക് കടന്നിട്ട് തിരിച്ചിറങ്ങി വരണം. ഇപ്പോൾ ഇവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ നിമ്രോദിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവൻ്റെ നാടിനെ പറ്റി പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ? നിമ്രോദ് ഇവൻ്റെ ആദി പ്രതിരൂപമാണ്. അവനെ നോക്കിയാൽ ഇവനാരാന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഇവൻ്റെ ആ സാമ്രാജ്യവും ശക്തിയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? മുഷിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കങ്ങോട്ട് പോവാം. ഇവിടുന്ന് ചാടിയൊരു പോക്കാ തിരിച്ചു വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ തിരിച്ചു വരുന്ന ആളാന്ന് ഇവിടെ ഇട്ടില്ലേ? അങ്ങനൊന്നും ഇട്ടിട്ട് പോവില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു പോക്ക് ഈ വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് അവൻ ലോകത്തിലേറ്റവും മനോഹരമായ നിലയിൽ ഒരു പട്ടണം ബിൽഡപ്പ് ചെയ്യാൻ പോകുന്നു. എത്തായി സമയം എന്തായി? ഇനി എത്ര മിനിറ്റുണ്ട്? 45 മതി. ഇല്ലേ നാളെ ബാക്കി. നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളിന്ന് നിലനിൽക്കുന്ന ഈ മനോഹര ഭൂമി, ഇവിടെ നമ്മൾ വികസനം എന്നൊരു കാഴ്ചപ്പാട് മുമ്പോട്ട് വച്ചിട്ടുണ്ട്. ആ വികസനം എന്നർത്ഥമുള്ളത് നിർമ്മിതി, ഈ കൺസ്ട്രക്ഷൻ ഏരിയകളാണ്, കാണുന്ന കെട്ടിടങ്ങളാണ്, വ്യവസായശാലകളാണ്, മഹത്തരമായ റോഡുകളാണ്, എയർപോർട്ടുകളാണ്. ഇതൊക്കെയാണ് നമ്മൾ വികസനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ സുഗമമായ ഏറ്റവും സയൻറ്റിഫിക്കലായ പുരോഗതിയാണത്. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, ലോകത്തിലെ അതിസമ്പന്ന ലോബികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ലോകോത്തര നിലവാരമുള്ള ഒരു ടൗൺഷിപ്പിന് ഇറാഖ് പട്ടണം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഇറാഖ് കേന്ദ്രീകരിച്ച് ഏറ്റവും ശക്തമായ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട ഒരു നഗരവ്യവസ്ഥ, ഒരു കൊമേഴ്സ്യൽ ആൻഡ് ട്രേഡ് സെൻറ്റർ രൂപവൽക്കരിക്കപ്പെടാൻ പോകുന്നു. അങ്ങനെ പെട്ടുകഴിഞ്ഞാൽ എങ്ങനെയാകും ഈ നഗരമെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സന്തോഷമാണോ? നമ്മളിവിടെ നിന്ന് തുടങ്ങി അവൻ എവിടെ കയറി വന്നേ? പള്ളി പണിതുകൊണ്ട് കയറിയ ആൾ. നമ്മൾ റിലീജിയൻ വിട്ടു, ഇനി അങ്ങോട്ട് പോവാ പൊളിറ്റിക്സിലേക്ക് കയറി, എക്കണോമിക്സ് കൊമേഴ്സ്യൽ അതിലേക്ക് കയറുകയാണ്. ട്രേഡും കൊമേഴ്സും എക്കണോമിക്സും എല്ലാം കൂടെ അവൻ കൺട്രോൾ ചെയ്യുകയാണ്. എപ്പോഴും ഓർത്തണം, ഈ മതം സമ്പത്ത് കൂടി കൈയാളിയില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. മതവും സമ്പത്തും തമ്മിൽ അടുത്ത ബന്ധമാണ്, അധികാരമൊക്കെ തമ്മിൽ അടുത്ത ബന്ധമാണ്. അപ്പോൾ പൊളിറ്റിക്സ് ഉണ്ട്, റിലീജിയനുണ്ട്, വെൽത്ത് ഉണ്ട്. ഇപ്പോൾ മൂന്നും കൂടെ കൂടുമ്പോഴേ പവറാകുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ട്രഷറാ 10 രൂപ കയ്യിലില്ലേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹംസാന ട്രഷറാ, പക്ഷേ കൈ കാശില്ല. പാസിതിയല്ല, മറിച്ച് വെൽത്ത് വേണം, പൊളിറ്റിക്സ് വേണം, കൊമേഴ്സ് വേണം. ഇതെല്ലാം കൂടെ യോജിക്കണം. ഇതെല്ലാം യോജിച്ചവൻ്റെ പേരാ ഇതിൽ ക്രിസ്തു. അങ്ങോട്ട് പോകാം. അവൻ എങ്ങനെ ഈ നഗരത്തെ പണിയും? വായിച്ചോളൂ. വെളിപ്പാട് 18:10 മുതൽ വായിച്ചാട്ടെ. വരാനിരിക്കുന്ന ശാക്തിക രാഷ്ട്രീയ ശ്രേണിയിൽ എങ്ങനെയിരിക്കും ഇറാഖ് പട്ടണം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന ഭാഗത്തേക്ക് വരാം. വായിച്ചോളൂ. അയ്യോ അയ്യോ, മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. അയ്യോ അയ്യോ, മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ. ഭൂമിയിലെ വ്യാപാരികൾ, ഈ ഭൂമിയിലെ വ്യാപാരികൾ എന്ന് പറയുന്നതിനകത്ത് ഇവിടെ ഇരിക്കുന്ന ആരും പെടൂല. ചെറിയ കച്ചവടമൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ആരും പെടുകയില്ല. നമ്മളെപ്പോലെ ലോക്കലല്ല ഈ പറയുന്നത്. കാരണം നമ്മൾ കണ്ടതും നമ്മളറിഞ്ഞതുമായ കച്ചവടക്കാരൻ ആ സ്ഥലം വിട്ടെങ്ങും പരിപാടിയില്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ ലോകത്തിലെ അതിസമ്പന്ന ശ്രേണി, അംബാനി, ബിൽ ഗേറ്റ്സ്, അസിം പ്രേംജി, ഇങ്ങനെയൊക്കെ ഉള്ള വലിയ വലിയ വൻ പണച്ചാക്കുകൾ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വയ്യ. ഇത്തരം ആളുകളെയാ ലോകസമ്പന്നൻ എന്ന് വിളിക്കുന്നത്. ആട്ടെ, ലോകസമ്പന്നൻ ആരും ഇവിടെ ഉണ്ടോ? ഇല്ല. കൈവക്കരുത്, പ്രശ്നമാവും. എൻ്റെ മുമ്പിൽ കൈവയ്ക്കാൻ അറസ്റ്റ് നിങ്ങളെ വിടുകയില്ല. തീരുമാനം ഉണ്ടാക്കിയിട്ടേ വിടുള്ളൂ. ഉണ്ട് ലോകസമ്പന്നന്മാർ, മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സുകൾ മുതലിറക്കിക്കൊണ്ട് ഈ പട്ടണത്തെ പണിയുമ്പോൾ ഭൂമിയിലെ വ്യാപാരികൾ, MNCകൾ
പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി. നിക്ക് പ്രശ്നം ഉണ്ടാക്കാതെ. എനിക്കൂടെ ഒരു അവസരം എന്താ, ഞാൻ വന്നുപോയില്ലേ? പൊന്ന്, വെള്ളി, രത്നം, മുത്ത്. അപ്പോൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത് ഇവയെ ചേർത്തൊരു പേര് പറയാം, ജൂവൽസ്. ഓക്കെ, ജൂവലറികൾ. ഏറ്റവും മികച്ച ജൂവലറികൾ ഈ സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു. പിന്നെ നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ടെക്സ്റ്റൈൽസുകൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നു. പിന്നെ ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. അതാണല്ലോ ഇത്തരം രാജ്യങ്ങളുടെ സവിശേഷത തന്നെ. അമ്പര ചുംബികളായ ബിൽഡിങ്ങുകളാണ് അത്തരം കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് പ്ലസ് ഇൻറ്റീരിയൽ ഡെക്കറേഷന് വേണ്ട ഐറ്റംസ്. ഇത് വിൽക്കുന്ന വിപണി ശക്തിപ്പെടും. പിന്നെ ലവംഗം, ഏലം, ധൂപവർഗം, മൂര്, കുന്തിരിക്കം. നിങ്ങൾക്ക് സ്പൈസസ് ആൻഡ് പെർഫ്യൂം ഐറ്റംസ്, സുഗന്ധദായക വസ്തുക്കളും പെർഫ്യൂമുകളുമൊക്കെ വിൽക്കുന്ന അത്തരം ധാരാളം കടകമ്പോളങ്ങൾ, ഫാക്ടറികൾ, സംവിധാനങ്ങൾ ഉണ്ടാകും. പിന്നെ വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്. എനിക്ക് അത്രയും വേഗത്തിൽ പോകണ്ട, നമ്മളായില്ല അത്രയും. വീഞ്ഞ് എന്നത് മദ്യത്തിൻ്റെ പ്രതീകമാണ്. ആ സഹോദരിക്ക് അതിനുള്ള വെറുപ്പ് കൊണ്ടങ്ങ് പറഞ്ഞു വിട്ടതാ. സ്ത്രീകളാണല്ലോ പലപ്പോഴും ഈ മദ്യത്തിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ അളിയ ഓർക്കുന്നുണ്ടല്ലോ, മറ്റേ വെള്ളം അടിച്ചിട്ട് ആരാ, ബേൽശസർ അല്ലേ? അവരൊക്കെ നാട്ടിലൊക്കെ കുടിക്കുന്ന ആളുകൾ കാണാം. അവരോടുള്ള വെറുപ്പ് കൊണ്ട് പുള്ളിക്കാരി വായിച്ചു വിട്ടാ കുഴപ്പമില്ല, നല്ല കാര്യം. വീഞ്ഞ് മദ്യത്തിൻ്റെ. പിന്നെ എണ്ണ, എണ്ണ ഇന്ധനത്തിൻ്റെ പ്രതീകം. പിന്നെ നേരിയ മാവ്. അവിടെ നിൽക്ക്. ഈ ഒട്ടകപ്പാല് കുടിച്ചും ഈന്തപ്പഴം ഭക്ഷിച്ചുമൊക്കെ കഴിഞ്ഞുപോയ ഒരു ജനത നോക്കി നിൽക്ക സമ്പന്നരാകാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം? ഒന്ന് പൊന്ന്, രണ്ട് പെട്രോളിയ ഉൽപ്പന്നങ്ങളാണ്. ഇവരിതൊക്കെ കണ്ടുപിടിക്കും മുമ്പ് ബ്രിട്ടീഷുകാരനിതൊക്കെ വന്ന് കണ്ടുപിടിക്കുകയാണ്. അതിനൊക്കെ മുമ്പ് ബൈബിളാണ് കണ്ടുപിടിച്ചത് ഇവിടെയൊക്കെ ഇതുണ്ടെന്ന്. ബൈബിളാണ് പറഞ്ഞ ആദ്യം ഇവിടെയൊക്കെ ഇതുണ്ട്. എന്താ കാര്യം? ഒന്നാം നദി ഹവീലാദേശമൊക്കെ ചുറ്റുന്നു. അവിടെ ധാരാളം പൊന്നുണ്ട്. അവിടുത്തെ പൊന്ന് മേത്തരമാകുന്നു. ഗൾഫ് ലാൻഡിലെ പൊന്നിനെ കുറിച്ച് എത്ര ആളുമ്പോൾ അവൾ പറഞ്ഞ അവിടുത്തെ പൊന്ന് മേത്തരമാകുന്നു. മാത്രമല്ല, നിങ്ങൾ മസ്കറ്റിൽ പോയിട്ടുള്ളവരുണ്ടാകും. അവിടെ ചില സ്വർണ്ണ മലകൾ നമ്മളാരും കയറാതെ ഗവൺമെൻറ് മാറ്റിയിട്ടിരിക്കുക. നമ്മളുണ്ട് അവിടെ കുക്കുന്താലിയും കൊണ്ട് കയറും വെട്ടിപ്പൊടിച്ചുകൊണ്ട് വരാൻ. സ്വർണ്ണമലകൾ ഖനനം ചെയ്യാതിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇടങ്ങൾ ഇവിടെ ധാരാളമുണ്ടെന്ന്. പിന്നെയും പറയാ, അവിടെ കീൽക്കുഴികൾ ധാരാളമുണ്ടെന്ന്. പെട്രോളിയമൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ധാരാളം ഇടങ്ങൾ. അന്ന് പെട്രോളിയം ഇല്ലെങ്കിലും അതിനെഴുതിച്ചിരിക്കുക കീൽക്കുഴികൾ ധാരാളമുണ്ട്. ഇങ്ങനൊരു ആത്മീയ ഗ്രന്ഥം ലോകത്താലും കണ്ടിട്ടുണ്ടാകും. ചരിത്രത്തോട് കൃത്യം ഇടപഴകി സത്യം മാത്രം പറഞ്ഞു വന്ന ഒരതുല്യ കൃതി. ഹല്ലേലൂയ. ആണ് നിങ്ങളും ഞാനുമൊക്കെ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾക്ക്, ഈ നാട്ടിലെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന നന്മയ്ക്കും അതിൻ്റെ ഒരു ഭാഗമായി നമുക്കിവിടെ വരാനും തൊഴിൽ ചെയ്യാനും ഒക്കെ കഴിഞ്ഞതിൽ ഉലകം മൊത്തം കടപ്പെട്ടിരിക്കുന്നത് ഈ പുസ്തകത്തോടാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇതിനോടടുത്ത് വസിക്കുന്ന ഈ നഗരങ്ങളിൽ നല്ല പൊന്ന് ഉണ്ടാകും. അവിടെ തന്നെ നല്ല വൈൻ ഉണ്ടാകും. അവിടെ തന്നെ നല്ല മദ്യം ലഭിക്കുന്നു. ഒപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അടുത്തതൊരു ഗോതമ്പ്, കന്നുകാലി, ആട്, ഗോതമ്പ് ഭക്ഷ്യ ഉൽപ്പന്നമാണ്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ശേഖരം ധാരാളമായിട്ടുണ്ടാകും. നമ്മുടെ മാളുകൾ പോലെ അത്തരം എല്ലാം കിട്ടുന്ന വിപണി നൂറുകണക്കിനുണ്ടാകുന്ന നിലയിലേക്ക് പട്ടണം വളരും. പിന്നെ കന്നുകാലി, മാംസത്തിനു വേണ്ടി കന്നുകാലി, ആടുമുണ്ട്. മാംസത്തിന് വേണ്ടിയും പാലിന് വേണ്ടിയും മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങൾ യാതൊരുവിധ രോഗങ്ങളുമില്ലാതെ, ഏതെങ്കിലും ശാരീരിക ക്ഷീണങ്ങളില്ലാതെ, ക്ലോണിംഗ് പോലെയുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്
ഉൽപ്പാദിപ്പിക്കുന്ന മൃഗങ്ങൾ അവയുടെ മാംസവിപണി ശക്തിപ്പെടും. പിന്നെ കുതിര, രഥം. കുതിര, രഥവും വാഹന വിപണിയുടെ പ്രതീകങ്ങളാണ്, അതും ശക്തിപ്പെടും. പിന്നെ മാനുഷദേഹം, മാനുഷപ്രാണൻ. മനുഷ്യൻ്റെ ദേഹവും മനുഷ്യൻ്റെ പ്രാണനും പോലും വിൽപ്പനയ്ക്ക് വെക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് ഒത്താൽ നാളെ പറയാം, ഒത്താൽ ഇന്ന് പറയാം, അല്ലെങ്കിൽ നാളെ പറയാം. അപ്പം അതുകൊണ്ട് ഇത് വിശദീകരിക്കേണ്ടതുണ്ട്. വിശദീകരിക്കുന്നത് സന്തോഷമാണോ? അപ്പോൾ 1 by 1 ആയിട്ട് പറയാൻ പോവാണ്. ഈ കച്ചവടം ഇവിടെ വന്ന എല്ലാവർക്കും വാങ്ങാനും പറ്റില്ല, കൊടുക്കാനും പറ്റില്ല. 666 പതിക്കാത്ത ഒരുവനും അങ്ങോട്ട് പ്രവേശനമില്ല. കാരണം ഡിജിറ്റലാണ് ഇനി വരാൻ പോകുന്ന എല്ലാ ട്രാൻസാക്ഷനും, എല്ലാ ഏർപ്പാടുകളും. കാലം ഘട്ടം ഘട്ടമായി ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ നാം കാർഡുകൾ ഉപയോഗിച്ചുമൊക്കെ നടത്തുന്ന ആ സംവിധാനങ്ങൾ ഇതാ ബയോളജിക്കലി നമ്മുടെ എന്താ പറയുക, വിരലുമൊക്കെ പഞ്ച് ചെയ്തിട്ട് ആ വിധത്തിൽ കിട്ടുന്ന സെൻസേഷൻ അതുപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ട്രാൻസാക്ഷൻ എന്നുണ്ട്. നമ്പർ പറയുമ്പോൾ നമ്മളെ അസൈൻ ചെയ്തിട്ട് നമ്മുടെ കണ്ണൊക്കെ റെറ്റിന സെൻസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന രീതിയുണ്ട്. ഇതെല്ലാം ഇന്ന് കാലം പരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ കാലമാകുമെന്ന് ആരും കണ്ടില്ല. അങ്ങനെ ഈ നഗരം മനോഹരമായൊരു രീതിയിൽ പണിയപ്പെടും. അതെങ്ങനെയാണ് പണിയുന്നത്? ഇന്ന് ഇറാഖിൽ ചെന്ന ഒരാൾ കണ്ടാൽ ഞാനീ പറയുന്നത് നടക്കില്ലെന്ന് തോന്നും. കാരണം എന്താ? ഇവിടെ ഇരുന്ന് കണ്ടാൽ. കാരണം എന്താ? ആകപ്പാടെ നശിച്ച് ഇനി ഒരിക്കലും തിരിച്ചു വരാതെ വണ്ണം തകർന്നു കിടക്കുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അത് പണിയപ്പെടാതെ പോകും. ഉറപ്പ് കേസ് പഴയ ബാബിലോണല്ല പണിയുന്നത്, മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഭാവത്തിൽ. ആ പഴയ സിറ്റിയല്ല, ബദൽ, ഒരു നവബാബിലോണിൻ്റെ ജന്മത്തിന് ലോകം കാതോർത്തിരിക്കുന്നു. ആരാണിത് പണിയുന്നത്? അത് പണിയുന്ന വചനം നിങ്ങൾ വെറുതെ കേട്ടാൽ പോരാ, ഞാൻ വാക്യം വഴി തെളിയിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഇത്തരമൊരു നിർമ്മിതി ഇനി ഉണ്ടാകുമോ? ഓർത്ത് നോക്കണം. ഇത്തരം ഒരു നഗരം രൂപപ്പെട്ടാൽ ആ നഗരത്തെ ചുറ്റിപ്പറ്റി ലോകത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, കോസ്മോപൊളിറ്റൻ സിറ്റികളെയെല്ലാം ചുറ്റിപ്പറ്റി അധോലോകങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു അണ്ടർവേൾഡ്, ഒരു പാരലൽ അധോലോകം. ചിലരൊക്കെ ധരിച്ചിരിക്കുന്നത് അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. സൗകര്യമാരും അങ്ങനെ ധരിച്ചിട്ടുണ്ട്. ആരാണ്ട് പണ്ട് മുംബൈ ചെന്നിട്ട് ചോദിച്ചു ഈ അധോലോകം എവിടാന്ന് ഒന്ന് കാണാൻ പോകണമെന്ന്. പുള്ളി വായിച്ചറിഞ്ഞ കഥകളിലെ ഏതാണ്ട് അധോലോകം എന്നൊരു സ്ഥലമുണ്ടോയെന്നോർത്ത് പുള്ളി വണ്ടി കാത്തു നിന്നാണ് പറഞ്ഞത്. അങ്ങനെ സ്ഥലമില്ല, അതൊരു പാരലൽ സിസ്റ്റമാണ്. അപ്പോൾ അധർമ്മം പെരുകുമെന്ന് നമുക്കറിയാം. ഇത്തരം എല്ലാ നഗരങ്ങളെയും കേന്ദ്രീകരിച്ച് അധർമ്മം പെരുകും, അധർമ്മം തിന്മ പെരുകും. അതുകൊണ്ട് തിന്മ പെരുകുന്ന എല്ലാത്തരം തിന്മകളുടെയും മൂർത്തിമദ്ഭാവമായ അധർമ്മം നിറഞ്ഞൊരു പട്ടണമായി ലോകത്തെ മുഴുവൻ അതിൻ്റെ ക്ഷുദ്രത്താൽ വശീകരിക്കും വിധം ഇതാ ഒരു പുതിയ നഗരം ഇറാഖ് കേന്ദ്രീകരിച്ച് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്ന പ്രവചനങ്ങളുടെ വസ്തുതയിലേക്ക് നമുക്കിന്ന് കിടക്കാം. മനസ്സിലാകുന്നോ? അങ്ങോട്ട് പോയി. ഇത് വെറുതെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ വിശ്വസിച്ച് പോകണ്ട, നമുക്ക് വാക്യത്തെളിവോടെ പോകണം. അതല്ലേ ശരി? ഇറാഖ് ഇങ്ങനെ തിരിച്ചു വരുമോ? ഒരധർമ്മ പട്ടണമായി തിരിച്ചു വരുമോ? ബൈബിളിനോട് ചോദിക്കാം. വായിച്ചുകൊള്ളൂ. സക്രിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 5 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കാം. സക്രിയ 5:5 മുതൽ. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട്, നീ തലപൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. സക്കറിയാവിനോടൊരു ദൂതൻ പറയാ, നീ പുറത്തോട്ടിറങ്ങണം, തലപൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന് പുറപ്പെടുന്നതായ ഒരു ഏഫ എന്നു അവൻ പറഞ്ഞു. അപ്പോഴേ എന്താണെന്ന് സക്കറിയ ചോദിച്ചു. ഇപ്പൊ എന്താ പറഞ്ഞേ? പുറപ്പെടുന്നതായ ഒരു ഏഫ. മനസ്സിലായോ? മനസ്സിലായി. തല ഉലിക്കുമെന്ന് പറഞ്ഞേ. എന്താ ഈ ഏഫ? അത്ര ആത്മാർത്ഥമായിട്ടാ തല ഉലിക്കല്ലേ? എന്താ ഈ ഏഫ? ആടാണോ, പോത്താണോ, കന്നാലിയാണോ, ഐസ്ക്രീമാണോ, ചോക്ലേറ്റാണോ? എന്താണ് ഈ ഏഫ? പേടിക്കണ്ട, ഇതൊരു അളവ് പാത്രം. പണ്ട് നമ്മുടെ നാട്ടിൽ നെല്ലളക്കുന്ന പറ പോലെ ദ്രാവകാവസ്ഥയിലോ ഖരാവസ്ഥയിലോ ഉള്ള വസ്തുക്കൾ അളക്കേണ്ടതിന് ഉള്ള ഒരു അളവ് പാത്രത്തിൻ്റെ പേരാണ്
ഏഭ. അത്യാവശ്യക്കാർ വായിച്ചു. എസക്കേൽ 45:10 കൂടി ഒന്ന് വായിച്ചു. എസക്കേൽ 45:10. ഒത്ത തുലാസും ഒത്ത ഏഫയും ഒത്ത ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ ഏഫയും ബത്തും ഒരു പ്രമാണമായിരിക്കണം. ബത്ത് ഹോമറിന്റെ 10 ഏഫ ഹോമറിന്റെ 10 ആയിരിക്കണം. മതി. മനസ്സിലായോ? ഇതെല്ലാം അളവുകളാണ്. നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന പോലെ. ഇതൊന്നും പുതിയ തലമുറയോട് ഈ ഏഫയെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാനൊരു പുതിയ പരിഭാഷ, ഈ ബിരിയാണി ചെമ്പുണ്ടല്ലോ, ഒരു അണ്ടാവ്, ഇതുപോലൊരു സാധനം പ്രവാചകൻ ദർശനത്തിൽ കണ്ട്. വിരോധമില്ലല്ലോ. ഒരു വട്ടത്തിലുള്ളൊരു പാത്രം, 2 കൊളുത്ത്, അത് കണ്ട്. അടുത്തത് വായിച്ചു. ഇതല്ല വായിക്കേണ്ട, മുമ്പേ വായിച്ചതിൻ്റെ സക്കറിയാവിലേക്ക് പോകണം. ഞാൻ അളവിൻ്റെ തെളിവെടുക്കാൻ വേണ്ടി പോയാൽ 45:10 എസക്കേൽ. അത് സർവ്വദേശത്തിലുമുള്ള അവരുടെ അകൃത്യം എന്നും അവൻ പറഞ്ഞു. അപ്പോൾ ദൂതൻ പറഞ്ഞു എടുക്കുകയാണ്, എന്താ ഇതെന്നറിയണ്ടേ? സർവ്വദേശത്തിലുമുള്ളവരുടെ അകൃത്യം, പ്രപഞ്ച ആസകലമുള്ളവൻ്റെ അകൃത്യമാണ്. എന്താ അകൃത്യം എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഗ്രഷൻ, ഇനിക്വിറ്റി, സിൻ, പാപമാണ് ഈ കാണുന്ന ഏഭ. സകല ദേശത്തിലുള്ളവൻ്റെ പാപമാണെങ്കിൽ ഉണ്ടാവിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. അപാര സംഭവം. ഇപ്പം നമ്മുടെ തന്നെ പാപം കയറ്റിയാൽ വേറെ ആർക്കും കയറാൻ വയ്യാത്ത സ്ഥിതി വരും. സകല ഭൂതലത്തിലുമുള്ളവൻ്റെ പാപം നിറച്ചു വച്ചിരിക്കുന്നൊരു പാത്രം. പിന്നെ ഞാൻ വട്ടത്തിലുള്ള ഒരു ഈയപ്പലക പൊങ്ങിപ്പോകുന്നതും പിന്നെ അവിടെ ഏഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. ഈയപ്പലക നമ്മുടെ അണ്ടാവിൻ്റെ അടപ്പാണ്, ഏഫയുടെ അടപ്പ്, ബിരിയാണി ചെമ്പിൻ്റെ അടപ്പ്. അതിനകത്ത് എന്താ ഇപ്പം കണ്ടത്? പാത്രത്തിനകത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നു. ഒരു സ്ത്രീ എന്നൊക്കെ ചുമ്മാ കയറി വിളിക്കോ? സ്ത്രീകളെ കയറി സ്ത്രീ എന്ന് വിളിക്കുന്നത് ഒരു മര്യാദ അല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കരുണ അവരോട് കാണിച്ചുകൊണ്ട് പറയാം. ഒരാൻറ്റി എവിടെ ഇരിക്കുന്നു? ഈ പാത്രത്തിനകത്തിരിക്കുന്നു. ഈ അളവ് പാത്രത്തിൽ ഇരിക്കൊണ്ട് നമുക്ക് പറയാം ഒരു പാത്രം ആൻറ്റി. ഒരു പാത്രത്തിൽ ഇരിക്കില്ലേ നമ്മൾ? ഈ ഒരു പാത്രം എണ്ണ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പാത്രം ആൻറ്റി. നെക്സ്റ്റ്, ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞു. അയ്യോ ആൻറ്റി, ആളാരാ പാർട്ടി? ദുഷ്ടത കൊന്നുകളയും, കടിച്ചു കീറുന്ന ദുഷ്ടതയുള്ളൊരു ആൻറ്റി അകൃത്യത്തിൻ്റെ പാത്രത്തിലിരിക്കില്ലേ? പിന്നെ അവൻ അവളെ ഏഫയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. അയ്യോ, ആത്മാവിലായി പോകും നമ്മൾ, കാരണം അവളകത്തായി. അവനവളെ ഏഫയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ടടച്ചു. പിന്നെ ഞാൻ പിന്നെയും തല പൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. ചേച്ചിമാര് പിന്നെ ഉണ്ട്, 2 പേരുടെ പുറത്തു വന്നു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അതിൽ കൺസ്ട്രക്ഷൻ്റെ പ്രശ്നമുണ്ട് ഈ പരിഭാഷയിൽ. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു, അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അത് തിരിഞ്ഞാ കിടക്കുന്നത്. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു, ഒരു പക്ഷിയാണ്. ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അങ്ങനെ വരും ചില സൗകര്യമാരെ കണ്ടില്ല. ഒരു നല്ല വാനിറ്റി ബാഗുണ്ട്, 5 പൈസ അതിനകത്തില്ല. വിക്സിൻ്റെ ഒരു കുപ്പി, കുറേ ഗുളികയൊക്കെ ആയിട്ട് അതുകൊണ്ട് നടക്കുക. എല്ലാവരെയും അല്ല ഉദ്ദേശിച്ചത്. ഇന്നിപ്പം ഭാവമൊക്കെ കണ്ടാൽ ആ കട കംപ്ലീറ്റ് മേടിക്കുമെന്ന് തോന്നിപ്പോവും. പക്ഷേ നമ്മുടെ ചേച്ചിയെ നോക്കി, ചിറകുണ്ട്, ചിറകിൽ കാറ്റ്. 2 ചേച്ചിമാർ കൂടി എന്താ പണി? വായിച്ചേ. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു. പിന്നെ അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫയെ പൊക്കിക്കൊണ്ടുപോയി. അയ്യോ, 2 ചേച്ചിമാർ കൂടി ഒരു ചേച്ചിയെ പാത്രത്തിനകത്തടച്ചുകൊണ്ട് പറന്നൊരു പോക്ക്. എന്തോ മനസ്സിലായി. ഞാനിത് ശരിക്കും ശ്രദ്ധിക്കും എന്നുള്ളിടത്തെ ഈ ഭാഗം പറയുള്ളൂ. ചില പുസ്തകത്തിലെ ഭാഗങ്ങൾ അങ്ങനെ നന്നായി പഠിക്കുന്നില്ലെങ്കിൽ അത് പറഞ്ഞാൽ അപകടം ഉണ്ടാവും. അങ്ങനെയാണ്. അതുകൊണ്ട് എന്നെ നമ്മുടെ നാട്ടിലൊരു ബൈബിൾ കോളേജിൽ ഈ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാൻ വിളിച്ചു. ഞാൻ പറഞ്ഞതിപ്പം ഈ പുതിയ കുട്ടികളോടൊക്കെ പറഞ്ഞാൽ അവർക്കത് പിടികിട്ടുകയില്ല. നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും പുതിയ തലമുറയിലെ
ഈ പഠിച്ചിറങ്ങുന്ന MD-കാർക്കൊന്നും പിടികിട്ടുകയില്ല ഇതൊന്നും. വലിയ പാടാണ്. പണ്ടൊരപ്പച്ചനൊരിക്കൽ ഈ സമാഗമന കൂടാരം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടു ഫ്രണ്ട് ഈ MD കഴിഞ്ഞ ഒരു സഹോദരൻ ബൈസ്കൂളിൽ നിന്ന് വന്നിരിപ്പുണ്ട്. അതിന് ചോദിച്ചു, സമാഗമന കൂടാരം അതിൽ ചട്ടി, ചട്ടുകം, കിണ്ണം ഓരോന്നെടുത്തിട്ട് ചോദിച്ചു, ചട്ടി, ചട്ടുകം, കിണ്ണം എന്തിനാ കാണിക്കുന്നു എന്ന് ചോദിച്ചു. പഠിച്ചുകൊണ്ട് സഹോദരൻ പറഞ്ഞു, തട്ടുകടയെ കാണിക്കുന്നു. അവനിതൊക്കെ അവിടെ കണ്ടിട്ടുള്ളൂ, അവൻ്റെ കുഴപ്പമില്ല. പിടികിട്ടിയോ എന്ന് പറഞ്ഞോളൂ. ഞാൻ ക്ലാസ് എടുക്കാൻ കയറിയിട്ട് ഈ ഭാഗം പറഞ്ഞു വഴിക്ക് എൻ്റെ അബദ്ധത്തിന് ചോദിച്ചു, എന്തോ മനസ്സിലായത്. ഓരോ പറയാ എല്ലാം മനസ്സിലായി. ഞാൻ ചോദിച്ചു എല്ലാം എന്ന് പറഞ്ഞാൽ മുഴുവൻ മനസ്സിലായത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. മുഴുവൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്. എനിക്ക് അവൻ്റെ ഐഡിയ പിടികിട്ടി. ആകെ മൊത്തം ടോട്ടൽ കംപ്ലീറ്റ് ഫുള്ള് എല്ലാം കൂടെ മുഴുവൻ ഇങ്ങനെ പറയാനുള്ള പണിയാണെന്ന് എനിക്ക് പിടികിട്ടി. ഒടുവിൽ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പറയാം. പുള്ളി പറഞ്ഞു വേണ്ട പാസ്റ്റർ പറയണ്ട, ഞാൻ പറയാമെന്ന്. 2 സ്ത്രീകൾ കൂടി ഒരു സ്ത്രീയെ പാത്രത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെ പറന്നു പോകുന്ന കണ്ടിട്ട് പാസ്റ്റർക്ക് എന്നാ മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ ഇയാൾ സമ്മതിക്കത്തുമില്ല, ഇയാൾ പറയത്തുമില്ല, പിന്നെന്താ. ഞാൻ പറഞ്ഞു പറയാം. നമ്മുടെ നാട്ടിലൊക്കെ അയൽക്കൂട്ടം എന്നൊരു പരിപാടിയില്ലേ, ഇത് അതിനെ കാണിക്കുന്നതാണ്. 2 സ്ത്രീകൾ കൂടി ഒരു സ്ത്രീയെ പാത്രത്തിനകത്ത് അടച്ച് അതിൻ്റെ ട്രഷററെ ചോദ്യം ചെയ്യാൻ പോകുന്ന രംഗമാണ് ഈ കാണിക്കുന്നത്, സെക്രട്ടറിയും പ്രസിഡൻറ്റൂടെ. അതൊക്കെ അങ്ങനെ പോട്ടെ. എന്താണെന്നറിയാൻ വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം. വേണ്ടേ? പുസ്തകം കൊണ്ട് വ്യാഖ്യാനിക്കാം. ഇപ്പോൾ അത്രയും വിഷമിക്കണ്ട. ദൂതൻ തൊട്ടടുത്ത് നിൽക്കുക, പുള്ളിയോട് ചോദിച്ചാൽ മതി. എന്താണെന്ന് ചോദിച്ചാൽ അത് പറയാനാ ദൂതൻ വന്നിരിക്കുന്നത്. അത് നമ്മൾ പറയാൻ സമ്മതിക്കുകയില്ലെങ്കിൽ പിന്നെയുള്ള സ്ഥിതി എന്ത്? ദൂതൻ പറയാൻ പലരും സമ്മതിക്കില്ല. അല്ലേ തന്നെ എത്ര പേർക്ക് ഈ ദൂതനുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടോ? ഉണ്ടല്ലേ? സൗകര്യമാർക്കുണ്ടോ? ഉറപ്പ്? പക്ഷെ ഞാനിതുവരെ കേട്ടിട്ടില്ല ഈ സ്ത്രീകളാരും നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ മറുപടി എനിക്ക് പറയാനറിയാഞ്ഞിട്ടില്ല, ദൂതൻ ഇവിടെ നിൽക്കുന്നു പണ്ട് ഞാൻ മിണ്ടുന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ദൂതനുണ്ടെന്ന് ഓർത്താണോ നമ്മൾ ഈ ജീവിച്ചതെന്ന് എൻ്റെ ചോദ്യം. ദൂതൻ കൂടെ വരുമ്പോഴേ അയ്യോ ദൂതൻ നിൽക്കുന്നു അമ്പടാ, ഇങ്ങനെ നമ്മൾ ജീവിച്ചിട്ടുണ്ടോ എന്ന്. പിന്നെ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് എന്തോ നേട്ടം? ഉണ്ട്, പുള്ളി ഇങ്ങനെ ഉണ്ട്, പോട്ടെ. അങ്ങനെയാണോ? അപ്പോൾ പോട്ടെ. അപ്പോൾ ദൂതൻ അടുത്ത് നീക്കം ചെയ്ത് സക്കറിയ ചോദിക്കുകയാണ്, ദൂതനോട് ചോദിക്കുക, ദൂതാ എന്താ എനിക്കൊന്നും പിടികിട്ടുന്നില്ല. 2 സ്ത്രീകൾ കൂടി ഒരു സ്ത്രീയെ പാത്രത്തിലാക്കി അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ച് അവളെയും കൊണ്ട് പറന്നൊരു പോക്ക്. അപ്പോൾ ഇത്രയും പിടികിട്ടിയുള്ള ആകപ്പാടെ അവൾ അകൃത്യത്തിൻ്റെ പാത്രത്തിൽ ദുഷ്ടത എന്നൊരു സ്ത്രീ, വേറൊന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ ദൂതനോട് ചോദിച്ചു എന്താ ഇത്? വായിച്ചാട്ടെ. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ ഏഫയെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു എന്താ ഇത്, എവിടേക്ക് പോവാ ഇത്? അതിനു അവൻ ഷിനാർ ദേശത്ത് അവർ അവൾക്കൊരു വീട് പണിവാൻ പോകുന്നു. സ്ഥലം എവിടെ? അന്നോട് വായിച്ചേ. ഷിനാർ ദേശത്ത് ബാബിലോണിൽ, ഇറാഖിൽ, അക്കാദ്, കൽനെ, ഇറക്കെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേയ്സ് ഇവിടെ കിടന്ന് മുഷ്ടിയുദ്ധം നടത്തിയപ്പോൾ ഞാൻ ഏകപക്ഷീയമായി ഗോളടിച്ച് കയറുകയായിരുന്നു. ഒരൊറ്റ മനുഷ്യൻ്റെ കൂടെ വന്നില്ല. അപ്പോൾ പിടികിട്ടിയ പോകുന്ന പോക്ക് നമ്മൾ തിരിച്ചു വരുമെന്ന് മനസ്സിലായില്ലേ? അല്ല വായിച്ചിട്ടേച്ച് പോയില്ല. ശിനാർ ദേശത്ത് ഈ പെങ്കൊച്ചനൊരു വീട് പണിയാൻ പോവാ. ആർക്കാ? അകൃത്യത്തിന് ഒരു വീട്, മ്ലേച്ഛതയ്ക്ക് ഒരു വീട്, വ്യാപാര ഏഫ, കൊമേഴ്ഷ്യൽ ഏഫ കൊണ്ട് അവിടെ വെച്ച മുമ്പ് പറഞ്ഞ കടയൊക്കെ നടക്കണ്ടേ, അതിനു വേണ്ടി 2 സ്ത്രീകൾ കൂടി ഒരു പാത്രത്തിനകത്ത് ഈ ദുഷ്ടത കൊണ്ട് അവിടെ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആരാകും ഈ 2 സ്ത്രീകൾ? ലോകത്തിൽ ഇന്ന് ഇത്തരം മ്ലേച്ഛതകൾക്ക് വീട് പണിയാൻ, അധർമ്മങ്ങളെ പോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമേ ഉള്ളൂ. വേറൊന്നുമല്ല, നമ്മുടെ അമേരിക്കയാണ്. ആണോ നോക്കി? പിണങ്ങണ്ട അത് പറയാൻ. നല്ല മനുഷ്യരുമുണ്ട് അവിടെ, ഒത്തിരി അതപ്പതിച്ച ജീവിതചര്യകളും ഒക്കെ ഉണ്ട്. പുരുഷനെ വിവാഹം കഴിക്കുക, സ്ത്രീയെ വിവാഹം കഴിക്കുക, അത് വാഴ്ത്താൻ പുരോഹിതൻ തയ്യാറാവുക. മക്കളെ അടക്ക വിവാഹത്തിന് ലെസ്ബിയൻസും ഗേ ഒക്കെ വരും. ഇങ്ങനെ പ്രീച്ച് ചെയ്യുന്ന പാസ്റ്റർക്ക് ഇതേക്കുറിച്ചൊരു വാക്ക് പറയാൻ പാടില്ല.
പറഞ്ഞു പോയ കേസാണ്. സൂഫയിൽ ഈ ആളകത്ത് പോവും. നമ്മളെപ്പോലുള്ള വിസിറ്റേഴ്സിനൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ അവർ പറയും മിണ്ടരുത് ഇക്കാര്യം. ഇത്തരം വൃത്തിഹീനത നടമാടുക. ഞാനതിന് പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ടൊരു കാര്യം കൂടി. ഈ അമേരിക്ക ഒരു നല്ല രാജ്യമായിരുന്നു. ബ്രിട്ടനിലെ പ്രാർത്ഥന മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ വയ്യാത്ത സ്ഥിതി വന്നു. സത്യദൈവത്തെ വിളിച്ചവർക്ക് ആ സിസ്റ്റത്തോട് പൊരുത്തമില്ല എന്നപ്പോൾ ഓടിച്ചവരെ. പോയ സ്ഥലങ്ങളിലെല്ലാം ആളുകൾ കല്ലെറിഞ്ഞു. ആർക്കും വേണ്ട. പിൽഗ്രിം ഫാദേഴ്സ് അവർ കൊളംബസിൻ്റെ നേതൃത്വത്തിൽ യാത്ര ചെയ്ത് കാലങ്ങൾ കൊണ്ട് ചെന്നെത്തിയ സ്ഥലമാണ് അമേരിക്ക. ആ സ്ഥലത്ത് അപരിഷ്കൃതരായ ഒരുവട്ടം ആളുകളെ കൊളംബസ് കണ്ടപ്പോൾ ഓർത്തു ഇന്ത്യയിൽ അതങ്ങൾ വന്നേന്ന്. അങ്ങനെ അറിയാതെ അവിടുത്തുകാർക്കൊരു പേരിട്ടു, റെഡ് ഇന്ത്യൻസ്. സത്യത്തിൽ അവരും ഇന്ത്യക്കാരായിട്ട് ഒരു ബന്ധമില്ല. അവിടെ ചെന്നു, അവർ പ്രാർത്ഥനകൾ ആരംഭിച്ചു. ഒരു നല്ല സംസ്കാരം കെട്ടിപ്പടുത്തു. മായൻ സംസ്കാരത്തിൻ്റെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് കരുത്തുറ്റ ഒരാത്മീക സാമ്രാജ്യം സ്ഥാപിച്ചു. പക്ഷേ ആ രാജ്യത്തെ തകർത്തത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാറുകളായിരുന്നു. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാറുകളിലേക്ക് ഇറങ്ങിത്തിരിച്ച അമേരിക്കയ്ക്ക് പറ്റിയ പതനം ഏറ്റവും വലുത് പുരുഷന്മാരുടെ അംഗസംഖ്യ യുദ്ധത്തിൽ കുറഞ്ഞു. അനുപാതം കുറഞ്ഞപ്പോൾ സ്ത്രീകൾ അരക്ഷിതാവസ്ഥയിലായി. ബ്രിട്ടനിലുമൊക്കെ നേരിട്ടു. അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു. ഈ സ്ത്രീയെ പരിരക്ഷിക്കാൻ ആരുമില്ല, കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ ആരുമില്ല. മാത്രമല്ല സൈനികരായ ആളുകൾ, പട്ടാളക്കാർ സ്ത്രീകളോട് മോശമായിട്ടൊക്കെ പെരുമാറുക. ഒരു പുരുഷൻ്റെ പരിരക്ഷ അവർക്ക് വേണ്ടി വന്നു. അപ്പോൾ തങ്ങളെ രക്ഷിക്കുന്ന ഒരു പുരുഷനൊപ്പം സ്ത്രീ പോകാൻ തയ്യാറായി. അത് കുറേ ദുരന്തത്തിലേക്ക് വഴിവെച്ചു. അധർമ്മം പെരുകി. അധർമ്മം പാപമല്ലാതായി. കുറേ കഴിഞ്ഞ് പുതുതലമുറ വന്നപ്പോൾ അധർമ്മത്താൽ ജനിച്ച ഒരു പുതുതലമുറ കൂടുതൽ വഷളായി. അതാണ് ഇന്ന് കാണുന്ന കാഴ്ചയൊക്കെ. ആ നിലയിലേക്കെത്തി. പക്ഷേ നല്ല പ്രാർത്ഥനാ മനുഷ്യർ ഇന്ന് അവിടെ ഉണ്ട്, ഇല്ലേ? ഉണ്ട്. സത്യസന്ധമായി ദൈവത്തെ വിളിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. ചില ക്വാളിറ്റിയും അവിടെ ഉണ്ട്. ആ ക്വാളിറ്റീസ് പറയാതിരിക്കാനൊക്കോ? നിങ്ങൾ കണ്ടോ ബില്ലി ഗ്രഹാമിൻ്റെ ശവസംസ്കാരം? അന്ന് ട്രംപ് വന്നാണ്ടോ? അങ്ങനെ എവിടെ ഇരുന്നേ? ഓഡിയൻസിൻ്റെ കൂടെ. നമ്മളാണെങ്കിൽ ആ ശവം അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഇരുത്തും. മനസ്സിലായോ? ഇനി ആരെപ്പോഴും പോലും ഉയർത്തോ, സാറ് ഇവിടെ ഇരിക്കാൻ പറയും. മനസ്സിലായില്ലേ? അവിടെ കളി നടക്കില്ല. ആരാധനയ്ക്ക് വന്നാൽ കിട്ടുന്നിടത്ത് എവിടെയെങ്കിലും ഇരുന്നോണം. ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. ശുചിത്വം, മനുഷ്യാവകാശം, അതൊക്കെ ഏറെയുണ്ട്. എന്നാൽ അധപ്പതനം ശക്തമാണ്. അധപ്പതനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഒരു കഥ, ഈ പറഞ്ഞൊരു കഥയാകണമെന്നാ എൻ്റെ ഒരാഗ്രഹം. അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ഏത് സഭയാണെന്നൊന്നും എനിക്കറിയില്ല. നല്ല മനുഷ്യൻ, വളരെ പോളിസിയുള്ള ഒരാൾ. അപ്പോൾ ആ ചർച്ചിൽ കോടീശ്വരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് സ്വത്ത്, മക്കളും ഇല്ല, ഭർത്താവും ഇല്ല, ആരുമില്ല. ആ പുള്ളിക്കാരിക്ക് ഓമനിച്ചു വളർത്തുന്ന ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു, ജിമ്മി. ഒരു ദിവസം ഈ മൊത്തം സ്വത്തിൻ്റെ ഉടമ ആരാ? ജിമ്മി. ഒരു ദിവസം ഈ ജിമ്മി ചത്തു എന്ന് പറഞ്ഞാൽ അവർ കേസ് കൊടുക്കും. നല്ലൊരു പേരിരുന്നോട്ടെ, ജിമ്മി കാലം ചെയ്തു. തത്വത്തിലെല്ലാം ഒന്ന് തന്നെയല്ലേ, അതുകൊണ്ട് പറഞ്ഞാണ്. ആ രാത്രിയിൽ ഈ സ്ത്രീ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് ഈ ലോക ജീവിതത്തിൽ ആകപ്പാട് തുണയായി ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ജിമ്മി എന്നെ വിട്ടുപോയി. ഒറ്റക്കരച്ചിൽ. നാളെ അവൻ്റെ സംസ്കാരമാണ്. പാസ്റ്ററും സഭയും എല്ലാം വന്ന് അവന് യാത്രയപ്പ് കൊടുക്കണം. പുള്ളിക്കാരമായി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. യാത്രയപ്പ്. അതുകൊണ്ട് ഇതൊക്കെ പറയാനാണോ ഈ രാത്രി വിളിക്കുക? അതിനെ അവിടെ അടക്കാൻ പറഞ്ഞു. വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞ് അവർക്ക് ദുഃഖം സഹിക്കാൻ വയ്യ. അവരുടെ ദുഃഖം അവർക്കറിയാം. അവർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്ലീസ്. കേട്ട് പുള്ളി അങ്ങ് മടുത്തു. മനുഷ്യനല്ലേ. പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇങ്ങനെ ഏത് ചീഞ്ഞ കേസും പിടിക്കുന്നൊരു പാസ്റ്ററുണ്ട്, ഞാൻ പുള്ളിയുടെ നമ്പർ തരാം, വിളിക്കാൻ പറഞ്ഞു. നമ്പറും ഫോർവേഡ് ചെയ്തു. ഇയാളെ വിളിച്ചോളാൻ പറഞ്ഞു. അല്പം കഴിഞ്ഞ് വീണ്ടും അവർ വിളിച്ചു. ശല്യം. വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ
നിങ്ങൾ തന്ന ആളിനെ ഞാൻ വിളിക്കാൻ പോവാണ്. അനുപൊരു ചോദ്യം. ഞാൻ ആ മനുഷ്യൻ്റെ ഒരു കോൾ ഷീറ്റായിട്ട് ഒരു $10 ലക്ഷം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കുറവാണോ കൂടുതലാണോ പറഞ്ഞിട്ട്? ഒന്നുകൂടെ പറഞ്ഞേ, കേട്ടില്ലല്ലോ. എന്താ ഇപ്പോൾ പറഞ്ഞേ? ഞാൻ ആ ഉറക്ക ക്ഷീണത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞൊന്നും കേൾക്കാനായിട്ട് പറ്റിയില്ല. ആര് മരിച്ച കാര്യമാണ്? നമ്മുടെ ജിമ്മിയോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ വരുമ്പോഴൊക്കെ എന്നെ കണ്ട് വാലാട്ടി നിൽക്കുന്ന എൻ്റെ ജിമ്മിക്ക് എന്തു പറ്റി പറയൂ. ബാക്കി കഥ നിങ്ങൾ ഊഹിച്ചാൽ മതി. അത് കഥയായിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ച പോട്ടെ. ഇതാണ് അവിടുത്തെ ഒരു കൾച്ചർ. അവിടുത്തെ പാസ് ഇങ്ങനെ, വിശ്വാസി അങ്ങനെ, ഡോക്ടറിനില്ല. അപ്പോൾ ഈ അമേരിക്ക നടത്തിയ യുദ്ധങ്ങളെ നോക്കാം. വലിയ കാരണമൊന്നുമില്ല അവരാ നടത്തിയ യുദ്ധം. ഇവിടെ വന്നൊക്കെ നടത്തിയ നരനായാട്ടുകൾക്കൊന്നും ന്യായീകരണമില്ല വാസ്തവത്തിൽ. എനിക്കെല്ലാം വിശദീകരിക്കാൻ പരിമിതികളുണ്ട്. രാഷ്ട്രീയം വേറെയാണ്, ലോകരാഷ്ട്രീയത്തിൽ വേറെയാണ് അവർ ആക്രമിച്ച കാരണമൊക്കെ. ഇറാഖിനെ ഉഴുതുമറിച്ചു, അഫ്ഗാനെ മുഴുവൻ നശിപ്പിച്ചു. 20 ലക്ഷം ആളുകൾക്ക് വർഷത്തിൽ ഗോതമ്പുകൾ വിളയിക്കുന്ന വിയറ്റ്നാമിലെ വയലുകൾ കത്തിച്ചു. വലിയ അക്രമം ചെയ്ത്. അതിന് നമ്മൾ ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ്റെ കയ്യിലൊരു വില്ലുണ്ടെന്ന്, പാശ്ചാത്യൻ്റെ കയ്യിൽ. അങ്ങനെ അവർ ഒരു സുപ്രഭാതത്തിൽ ആ ഏഫയും കൊണ്ട് പറന്ന് ഇവിടെ ഒരു വരവ്. ഈ അമേരിക്ക നയിച്ച ഏത് യുദ്ധത്തിലും കൂടെ വന്ന് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും കൊള്ളാം, ഇപ്പുറത്തെ വളയത്തെ പിടിക്കുന്ന ഒരാളുണ്ട്, ഒരു രാജ്യമുണ്ട്. ഏതാ? ബ്രിട്ടൻ. 2 ചേച്ചിമാർ കൂടി പാത്രം കൊണ്ടവിടെ വച്ചു. പാത്രം വെച്ച സ്ഥലം മനസ്സിലായോ? വ്യാപാര ഏഫ വെച്ച സ്ഥലം പിടിയിട്ടോ? ഒന്നുകൂടി മനസ്സിലാക്കിക്കോ. അപ്പോൾ നിങ്ങൾ പറയും ഈയിടയ്ക്കല്ലേ ഇറാഖികളെല്ലാം പോയി, ഇറാഖിൽ നിന്ന് അവരെല്ലാം പോയി, അമേരിക്ക അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ആരാ പറഞ്ഞേ? എന്നാ കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കൻ കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നത് ഇറാഖിൽ. ഒറ്റ കോൺസുലേറ്റിലെ ജീവനക്കാരുടെ എണ്ണം കേട്ടുകൊള്ളൂ, 35,000. ഒരു പഞ്ചായത്തിലെ ഓർഡർമാരാ അത്രയുണ്ട് നമ്മുടെ നാട്ടിൽ. 35,000 ജീവനക്കാർ, സൈനികരാമാകാം ഭൂരിപക്ഷം. എന്തിനാ വന്ന് കിടക്കുന്നേ? പറയാം. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇറാഖ് നഗരം വഹിക്കാൻ പോകുന്ന പങ്കിനെക്കുറിച്ച് അവർക്കറിയാം. കരമാർഗം, കടൽ മാർഗം, വ്യോമമാർഗം ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലേക്കും പോകാനുള്ള അതിൻ്റെ സൗകര്യം മനസ്സിലായോ? കപ്പലുകൾക്ക് പോകാനുള്ള സൗകര്യം, കരമാർഗം പോകാനുള്ളൊരു സൗകര്യം, പിന്നെ ആകാശമാർഗം പോകാനുള്ള സൗകര്യം. എല്ലാം മനസ്സിലാവുന്നോ? ഇനി ഒന്നുകൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞാനൊരു 2010 കണ്ണൂരിലെ ചെമ്പേരി എന്ന സ്ഥലത്ത് ഇത് പ്രസംഗിക്കുക. എൻ്റെ കാസറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ആ ഇടയ്ക്കൊരു വലിയ സംഭവം നടക്കുക. കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേ. നമ്മൾ ഈ കേരളത്തിൽ ഹൈവേ എന്ന് പറഞ്ഞാൽ ഉള്ള റോഡിൻ്റെ നടുവിൽ അല്പം കുമ്മായം കലക്കിയൊരു വര. നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാകും എന്തോ ഹൈവേ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ആളുകളുടെയൊക്കെ നിപ്പുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വീട് ഹൈവേയുടെ അടുത്താണ്. കുമ്മായം കലക്കി വരയിട്ടാൽ ഹൈവേ ആകും. അങ്ങനെയാണ് ഏത് റോഡും. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ഹൈവേ വളരുന്നത്. കാരണം എന്താ? കുമ്മായം, അത് മതി. കുമ്മായം മേടിക്കുക, വരയിടുക, എന്തുവാ ഹൈവേ. പോട്ടെ, നമുക്ക് അങ്ങോട്ട് ചെല്ലാനുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി പറയുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ അടുക്കടെ എക്സ്പ്രസ് വേ വരുമ്പോൾ വലിയ പ്രശ്നമായി. മാതൃഭൂമി പത്രമൊക്കെ അതിനെതിരെ ലേഖനം എഴുതുന്ന കാലമാണ്. അപ്പം ഞാനൊക്കെ പ്രസംഗിച്ചു ഒന്നുമല്ല ഗ്രാൻഡ് റോഡ് ഇതിലെ വരും, ഇതൊന്നും ഒന്നും ആക്കണ്ട, 1-ാം തരം റോഡ് ഇത് വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് നമ്മുടെ മന്ത്രി ജോസഫാണ്, അദ്ദേഹമാണ് അതിനു വേണ്ടി ഒത്തിരി ശ്രമിച്ചത്. ഈ എക്സ്പ്രസ് ഹൈവേ വരാൻ ഏറെ ശ്രമിച്ച ആളാണ് അന്നത്തെ PWD മന്ത്രി. കാരണം ഈ വിമാനയാത്ര ഒത്തിരി പൊല്ലാപ്പാന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ട് റോഡ് വേണമെന്ന് വലിയ താല്പര്യമായിരുന്നു പുള്ളിക്ക് ആ കാലത്ത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഞങ്ങൾ പാസുമാരൊക്കെ ഇങ്ങനെ കണ്ണൂരൊക്കെ പ്രസംഗിക്കുകയാണ്. ഞാൻ പറഞ്ഞു റോഡ് ഉറപ്പാണ്. അതിൻ്റെ കാരണം നമ്മളിവിടുന്ന് അങ്ങോട്ട് വെട്ടി
കാസർഗോഡ് കഴിയുമ്പോഴേക്ക് കളി മാറും. അവിടെ തർക്കമൊന്നുമില്ല, ഭൂമി കിടക്കില്ലേ, അതുകൊണ്ട് റോഡിന് വീണ്ടും വീതി വിടും. ഇതങ്ങ് പോവില്ലേ. കർണാടക കടന്ന് മഹാരാഷ്ട്ര കടന്ന് ഒരു വരവ് വന്ന് ഈ റോഡ് കാശ്മീർ മുനമ്പം വരെ എത്തുക. അതൊന്നും പാടില്ല. കാരണം ലോകത്തിലെ തന്നെ ഒരു അതിവേഗ കോറിഡോർ തിരിച്ചുണ്ട്. ലാഹോറിനെയും നമ്മുടെ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയൊക്കെ ബന്ധിപ്പിക്കുന്ന വേറൊരു റോഡുണ്ട്. ലോകത്തിലെ തന്നെ അതിവേഗ കോറിഡോറുകളിലൊന്നാണ്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ പോവുക, തിരികെ ധാരാളം റോഡുകൾ. അപ്പോൾ സിറ്റി വളരും. ഈ റോഡ് വന്ന് കാശ്മീർ മുനമ്പത്ത് നിന്നാൽ അത് ഇൻ്റർനാഷണൽ ഒന്നും ആവില്ല, നാഷണലേ ആകത്തുള്ളൂ. രാജ്യാന്തര പാത വേണം. ലോകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ പാതകൾ വേണം. അപ്പോൾ കാശ്മീർ മുനമ്പത്ത് നിൽക്കുന്ന റോഡ് അപ്പുറം കിടക്കണം. ഒട്ടപ്പുറത്തൊരു രാജ്യം കിടപ്പുണ്ട്. ഏതാ കിടക്കുന്നത്? കാശ്മീരിൻ്റെ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ, അതിനപ്പുറത്ത് താജിക്കിസ്ഥാൻ, അതിനപ്പുറത്ത് ഉസ്ബെക്കിസ്ഥാൻ. ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ നിങ്ങളൊരു വരയിട്ട് നോക്കണം. ഇങ്ങോട്ട് വന്നാൽ കറക്റ്റ് ഇറാഖ്. ഞാനെന്തിനാ ഈ റോഡ് വെട്ടിയെന്നറിയണ്ടേ? 666 മുദ്രണം ചെയ്ത ഉൽപ്പന്നങ്ങൾ ലോകത്തെല്ലായിടത്തും എത്തിക്കാൻ കരമാർഗം വണ്ടി ഓടണ്ടേ? അതിനാ ഞാനീ വിഷമിച്ചില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇത് 2007 പ്രസംഗമാണ്. 2010 ഞാനൊരു കൺവെൻഷന് പോകാൻ ജനുവരി മാസം 2 രാവിലെ തയ്യാറാകുക. അവിടെ ഇത്തരം വിഷയങ്ങൾ പ്രസംഗിക്കണം. ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എന്നൊരു സ്നേഹിതൻ വിളിച്ചു, പാസ്റ്റർ കഴിഞ്ഞ രാത്രി ഞങ്ങൾ ആ CD കാണുമായിരുന്നു. ഇന്നത്തെ മനോരമ പത്രം എടുക്ക് നമ്മെ അത്ഭുതപ്പെടുത്തുന്നൊരു വാർത്ത ഫ്രണ്ട് പേജിൽ ലീഡ് ന്യൂസ് വായിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മനോരമ നോക്കുമ്പോൾ എന്താ സംഭവം? ഇന്ത്യ ചൈന അതിർത്തിയിൽ ചൈന വന്നിട്ട് ബുൾഡോസറുകളും JCBകളും ടിപ്പറൊക്കെ ഇറക്കി ഭയങ്കര പണി. അപ്പോൾ നമ്മുടെ ആൻ്റണി സാറാണ് രാജ്യരക്ഷാ മന്ത്രി. ഈ ഇടിയും പൊളിയും നാശവും തകർപ്പുമൊക്കെ കണ്ടിട്ട് ആ പാവം മനുഷ്യൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അത് ക്രൂരവും പൈശാചിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു. പൊളിക്കരുതെന്ന് പറഞ്ഞു. ചൈന തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ അതിര് മാന്തൊന്നുമല്ല. അതോടെ പഠിക്കണം. നമ്മൾ പൊക്രാനിലൊക്കെ ആയിട്ട് 6 അണുവിസ്ഫോടനം നടത്തിയിട്ട് അന്നത്തെ രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞു, ചൈനയാണ് ഞങ്ങളുടെ 1-ാം നമ്പർ ശത്രു. അതൊക്കെ വായിക്കണം, പഴയ പത്രക്കെട്ടിലുണ്ട്. എത്ര അണുവിസ്ഫോടനം നമ്മൾ നടത്തിയ? 6. അപ്പോൾ ചൈനയുടെ സ്ഥിതി കേൾക്കണോ? 400 എണ്ണം കഴിഞ്ഞ് നിൽക്കുക ചൈന. 400 അണുവിസ്ഫോടനം നടത്തി പരീക്ഷിച്ച് ജയിച്ചവനോട് നമ്മൾ പറഞ്ഞത് മര്യാദയ്ക്കിരുന്നില്ല, എൻ്റെ വിധം മാറുമെന്ന്. ഇപ്പം ഇപ്പം അങ്ങനൊന്നും നമ്മൾ പുറയിലല്ല. വലിയ ശക്തിയുള്ള ഒരു രാജ്യം തന്നെയാണ്. ചൈനയോടും നേരിടാനുള്ള ആർജവമുള്ളൊരു രാജ്യമായിട്ട് സൈനിക ശക്തിയിൽ ഇന്ത്യക്ക് വളർച്ചയുണ്ട്. അപ്പോൾ ഇതിന് മറുപടി അവർ പറഞ്ഞ രസകരം. ഞങ്ങൾ അതിര് മാന്തല്ല, പിന്നെന്താണെന്നറിയണ്ടേ? കരമാർഗം 48 മണിക്കൂർ കൊണ്ട് ഇറാഖിലെത്താൻ ഒരു പാത നിർമ്മിക്കുകയാണ്. കളി മനസ്സിലായോ? കാര്യം പറ്റിയിട്ട് ഉൽപ്പന്നങ്ങൾ കൊടുക്കണം, ഇടയ്ക്കൊക്കെ ടോൾ ഗേറ്റ് വെക്കണം. അപ്പോൾ എല്ലായിടത്തേക്കും ഉൽപ്പന്നം എത്തിക്കാൻ ജോഗ്രഫിക്കലി നല്ല സ്ഥലം. കരമാർഗം, കടൽ മാർഗം, വ്യോമമാർഗം, ആകാശമണ്ഡലങ്ങളിലൂടെയൊക്കെ ഉള്ള യാത്രയ്ക്ക് ഉതകും വിധമുള്ള ഈ സ്ഥലത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി കണ്ട് സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് അമേരിക്ക വന്ന് കാണിക്കുന്ന കാട്ടായമാണ് നമ്മൾ ഈ കണ്ടത്. നെക്സ്റ്റ്, ഇതിൻ്റെ നടുവിൽ മറ്റൊരു കാഴ്ച നിങ്ങൾക്ക് കാണാം. ഇതിലൊക്കെ പങ്കെടുപ്പിക്കുന്നത് ലോകത്തിലെ കരുത്തന്മാരായ സമ്പന്ന ക്ലബ്ബുകളെയാണ്. അവരെ കൊണ്ട് മുതൽ മുടക്കിച്ച് ഏറ്റവും വലിയ വ്യാപാര ശൃംഖല ഇറാഖ് പട്ടണത്തിൽ തുറക്കും. ഞാനതിലെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നാളെ കാര്യമായിട്ട് വിശദീകരിക്കാം. സമയമെത്തി എന്ന് തോന്നുന്നു. എത്തിയോ? ഇല്ല. അപ്പോൾ ആ വ്യാപാര ശൃംഖലയ്ക്ക് വരുന്ന ഭവിഷ്യത്താണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ വായിച്ചു. 18-21 മുതൽ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിലെറിഞ്ഞു പറഞ്ഞത്,
ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞുകളയും. 14 മുതൽ വായിച്ചു. 14 മുതൽ എൻ്റെ നാശം കാണാം. വായിച്ചു. നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി. പതനം വന്നു കഴിഞ്ഞപ്പോഴേക്കും, അല്ലയോ മഹാനഗരമേ, നീ കൊതിച്ച കായികനികൾ നിന്നെ വിട്ടുപോയി. നല്ല കടകമ്പോളങ്ങൾ വാങ്ങാൻ ആളുകൾ പണ്ട് മത്സരിച്ചിരുന്ന ഇടത്തെ കായികനികൾ നഷ്ടപ്പെട്ടു. പിന്നെ സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്ക് ഇല്ലാതെയായി. പിന്നെ നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. പിന്നെ ഈ വക കൊണ്ട് വ്യാപാരം ചെയ്തു. അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്തു നിന്നു. അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിക്കും വിധമുള്ള ദൈവ ന്യായവിധിയാണ് 18-ാം അധ്യായം. വലുത് വായിച്ചു. ഏതു മാലുമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്തു നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ടു. ഈ മഹാനഗരത്തോട് തുല്യമായ നഗരം ഏതു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇതിനോളം വലിയൊരു നഗരമില്ലല്ലോ, നിനക്ക് എന്താണ് പറ്റിയതെന്ന് നിലവിളിച്ചു പറഞ്ഞു. പിന്നെ അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട്, അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ പിന്നെ എന്ന് പറഞ്ഞു കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ. പിന്നെ ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഈ നഗരത്തിന്റെ സമ്പൂർണ്ണ പതനം തുടരാം. ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും. ഇനി അതിനെ കാണുകയില്ല. പിന്നെ വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ, ഇവിടെ നിന്ന് എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ, കാഴ്ചയ്ക്ക് ഉത്തേജനം നൽകുന്ന നല്ല രസകരമായ കാഴ്ചകൾ, സാഹിത്യ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഒപ്പേറകൾ, തിയേറ്ററുകൾ അപ്രത്യക്ഷമാകും. പിന്നെ യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇനി കാണുകയില്ല. എഞ്ചിനീയേഴ്സ് വളരെ താല്പര്യപ്പെട്ട് പണ്ട് തൊഴിൽ തേടിയെത്തിയ ഈ മഹാനഗരം അമ്പരചുംബികളെ കെട്ടിപ്പൊക്കാൻ അവർ തൊഴിലിടങ്ങളായി കണ്ട ഈ പ്രദേശത്തിന് ഒരു എഞ്ചിനീയറെ കാണില്ല, ഒരു ശില്പിയെ കാണില്ല. പിന്നെ തിരികല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കയില്ല. യന്ത്രവൽകൃതമായ ആ ലോകത്ത് വ്യവസായശാലകൾ അടച്ചുപൂട്ടിക്കൊണ്ട് സ്തംഭനാവസ്ഥ സംജാതമാകും. പിന്നെ വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല. വൈദ്യുത ദീപങ്ങൾ കെട്ടടങ്ങിക്കൊണ്ട് അതിന്റെ പ്രസരണം നഷ്ടപ്പെട്ടിട്ട് നാട് ഇരുട്ടിലാഴും. പിന്നെ മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. ടൂറിസമായിരുന്ന ഒരു മികച്ച വരുമാനം, ആളുകൾ, യാത്രക്കാർ ഇതിലെ കാഴ്ചകൾ കാണാൻ, അതിന്റെ മനോഹാരിത കാണാൻ വരും. മണവാളനും മണവാട്ടിയും ഹണിമൂൺ ട്രിപ്പുകൾക്ക് വന്നുകൊണ്ടിരുന്ന ആളുകൾ ആ ജോലിയൊക്കെ നിർത്തും, അത്തരം താല്പര്യങ്ങളെ നിർത്തും. അങ്ങനെ വരുമാനമിടിയും. പിന്നെ നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. സാധാരണക്കാർക്കൊന്നും ചെന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം മഹത്തുക്കൾ മാത്രം വ്യാപാരം ചെയ്യാൻ പറ്റുന്ന ഇടമായിരുന്നു നിന്നിലുണ്ടായിരുന്നത്. മതി, അപ്പം നശിക്കും മഹാനഗരം. അപ്പം നമുക്ക് ഈ എതിർക്രിസ്തു എന്നവൻ്റെ തന്ത്രജ്ഞത കൊണ്ട് രൂപപ്പെടുന്ന ഇത്തരമൊരു രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മിതി, ഞാനെല്ലാം പറഞ്ഞില്ല, നാളത്തേക്കൊരല്പം ബാക്കി വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം താമസം വിന സംജാതമാകുന്നു. അപ്പോൾ നമുക്ക് അവൻ്റെ ലാൻഡ് അത് മനസ്സിലായി. ഒപ്പം തന്നെ കേവലം ഒരു സംഭവമല്ല ഈ ബാബിലോൺ. ബാബിലോണിന് 3 ആസ്പെക്ട്സുകളുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, ഇതൊരു രാഷ്ട്രമാണ്, രാഷ്ട്രീയ ബാബിലോൺ, പൊളിറ്റിക്കൽ ബാബിലോൺ, നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്ത്. ഇനിയുണ്ടൊരു റിലീജിയസ് ബാബിലോണുണ്ട്. ഈ നഗരത്തെ പിന്തുണയ്ക്കുന്ന മതപരമായ ഒരു സംവിധാനമുണ്ട്. അതേക്കുറിച്ച് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പറയാം. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന കൊമേഴ്സ്യൽ ബാബിലോണുണ്ട്, അതും കാര്യമായിട്ട് നാളെ പറയാം. ഇത് നമ്മൾ ചില സൂചനകൾ മാത്രമേ നൽകിയിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ പഠനം വിട്ട് പര്യവസാനിപ്പിച്ച് ഇവിടുന്ന് പോകുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ലോകമറിയാതൊരുങ്ങുന്നു. യേശുവിനൊരു കാന്തയുണ്ട്, അത് തിരുസഭയാണ്. എതിർക്രിസ്തുവിനൊരു കാന്തയുണ്ട്, അത് മഹദിയാം ബാബിലോണാണ്. യേശുവിൻ്റെ കാന്ത ഒരു കന്യകാരത്നമെങ്കിൽ മഹദിയാം ബാബിലോൺ മ്ലേച്ഛതകളുടെ മാതാവാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ലോകം പോകുമ്പോൾ ഭക്തൻ്റെ പ്രത്യാശ കർത്താവ് വരാറായി. യേശുവിൻ്റെ വരവിന് വേണ്ടി
ജാഗരൂകരായി കാത്തിരുന്ന് ജയത്തിൻ ജീവിതം നയിച്ച് നമുക്കവനെ എതിരേൽക്കാൻ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. യേശുവിനെ സ്വീകരിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഹൃദയവും മനസ്സും ശരീരവും അവനായി അർപ്പിക്കാം. നിമജ്ജന സ്നാനം കൈക്കൊള്ളാം. പുതുജീവിതത്തിൻ്റെ ഉടമകളാകാം. ഇന്ന് രാത്രി കർത്താവ് ഈ വചനങ്ങൾ കൊണ്ട്